പഴയ വലിയൊരു തറവാട്. വലിയ നടുത്തളവും കുറേയധികം മുറികളുമുള്ള തറവാട്ടിൽ പണ്ട് വലിയൊരു കൂട്ടുകുടുംബമാണ് താമസിച്ചിരുന്നത്. ഞാൻ കുറേ നേരമായി ആ തറവാട് വീടിന്റെ മുറ്റത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. തറവാടിന്റെ പ്രധാന വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ആ പഴയ വീടിന്റെ ഒരു കോലം കണ്ടിട്ട് അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചു. കാരണം ആ വീടിന്റെ ചുറ്റുവട്ടത്തൊന്നും ഞാൻ ആരെയും കണ്ടില്ല. മുറ്റത്ത് നിന്ന മരങ്ങൾ ആകെ ഉണങ്ങി വീഴാറായി നിൽക്കുകയാണ്. വരണ്ടുണങ്ങിയ മണ്ണിൽ ഒരു പുൽക്കൊടി പോലുമില്ല. ഇതൊക്കെ കണ്ടിട്ട് വർഷങ്ങളായിട്ട് ആ തറവാട്ടിൽ ആരും തന്നെ താമസിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പഴയ തറവാടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂരയിൽ കുറെ കാക്കകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. കാക്കക്കൂട്ടങ്ങളുടെ കരച്ചിലല്ലാതെ ആ പരിസരത്ത് നിന്ന് മറ്റു ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. ഞാൻ തിരക്കി അന്വേഷിച്ചു വന്ന തറവാട് ഇത് തന്നെയാണോ? എൻ്റെ മനസ്സിൽ ആകെ സംശയമായി. കുറേ നേരമായിട്ട് ഭാരമുള്ള സ്യൂട്ട്കേസും തൂക്കിപ്പിടിച്ചുകൊണ്ട് നിന്നതിനാൽ എൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ കയ്യിലിരുന്ന സ്യൂട്ട്കേസ് താഴെ വെച്ചു. ശേഷം തറവാടിന്റെ പ്രധാന വാതിലിനടുത്തേക്ക് നടന്നു ചെന്നു. വളരെ പതുക്കെ കൊത്തുപണികൾ നിറഞ്ഞ വാതിലിൽ 1-2 തവണ മുട്ടി വിളിച്ചതും ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിന് വല്ലാത്തൊരു മാറ്റം വന്നതുപോലെ എനിക്ക് തോന്നി. ഭയപ്പെടുത്തുന്ന നിശബ്ദതയിൽ ആരുടെയോ കാലൊച്ച കേൾക്കാൻ തുടങ്ങി. ആ വലിയ വാതിലിനരികിലേക്ക് ആരോ നടന്നെടുക്കുന്ന കാലൊച്ച. ഞാൻ കുറെ നേരം തടിവാതിലേക്ക് തന്നെ നോക്കി നിന്നു. ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും എനിക്കെന്റെ നോട്ടം പിൻവലിക്കാനായില്ല. അല്പനേരത്തേക്ക് എന്റെ കണ്ണുകളുടെ നിയന്ത്രണം ചിത്രപ്പണികൾ നിറഞ്ഞ വലിയ തടിവാതിലിന്റെ അധീനതയിലായതുപോലെ എനിക്ക് തോന്നിപ്പോയി. ആ സമയം അകത്തുനിന്ന് ഒരു ചെറിയ കുട്ടിയുടെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിൽ ഉണ്ടായ നിഗൂഢമായ മാറ്റം പറഞ്ഞറിയിക്കാൻ എൻ്റെ കയ്യിൽ വാക്കുകളില്ല. അതെല്ലാം എൻ്റെ അറിവിനും അപ്പുറമായിരുന്നു. അനങ്ങാനാവാതെ കാലുകൾ നിലത്തുറച്ചു പോയ എനിക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പോൾ എന്റെ തോളിൽ ആരുടെയോ ഒരു കൈത്തലം പതിഞ്ഞു. എന്താണെന്നറിയില്ല. ആ നിമിഷം എന്റെ ശരീരം പൂക്കുല പോലെ വിറയ്ക്കാൻ തുടങ്ങി. ആകെ അളിഞ്ഞ് വികൃതമായ ഒരു കൈത്തലം എന്റെ തോളിന് മുകളിലായി ഞാൻ കണ്ടു. ആ കൈകളുടെ സ്പർശനം ഏറ്റപ്പോഴാണ് എന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങിയത്. അതേസമയം തന്നെ ഞാൻ മറ്റൊരു ശബ്ദവും കേട്ടു. സാറേ, സാർ സ്വപ്നം കണ്ട് നിൽക്കുകയാണ്. ആരോ എന്റെ തോൾ പിടിച്ചുകൊണ്ട് ചോദിക്കുകയായിരുന്നു. തൊട്ടു മുമ്പ് എനിക്കുണ്ടായ ഭ്രമത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തു കടന്നു. എന്നെ ആരോ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയതുപോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. ഞാൻ ആശ്ചര്യത്തോടെ ചുറ്റുപാടും നോക്കാൻ തുടങ്ങി. ഞാൻ എത്ര നേരമായി സാറിനെ വിളിക്കാൻ തുടങ്ങിയിട്ട്. സാറാണെങ്കിൽ അതൊന്നും കേൾക്കുന്നുമില്ല. ഞാൻ അയാളോട് ഒരു മറുപടിയും പറഞ്ഞില്ല. അപ്പോഴും എനിക്ക് അനുഭവപ്പെട്ട ഭ്രമക്കാഴ്ചകളെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ സാറിനെ അന്വേഷിക്കുകയായിരുന്നു. ബസ് സ്റ്റോപ്പ് വരെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ. സ്യൂട്ട് കേസ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ശേഖരൻ മുതലാളി പറഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ചു നടക്കുന്ന മുകുന്ദൻ സാർ തന്നെ ആയിരിക്കുമെന്ന്. അയാളുടെ വർത്തമാനം കേട്ട് ഞാൻ സ്വബോധം വീണ്ടെടുത്തു. തിരിഞ്ഞ് ഞാൻ ആ പഴയ വീട്ടിലേക്ക് നോക്കി. എനിക്ക് തോന്നി ഇതായിരിക്കും ശേഖരൻ മുതലാളിയുടെ തറവാടെന്ന്. അയാൾ ആ സമയത്ത് സ്യൂട്ട് കേസും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, വാതിൽ തുറക്കാഞ്ഞത് എന്തായാലും നല്ല കാര്യമായി. അല്ലെങ്കിൽ
ഈ സ്യൂട്ട് കേസ് മാത്രമേ എനിക്കിവിടുന്ന് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നുള്ളൂ. എൻ്റെ പിന്നാലെ നടന്നോളൂ. സാറിൻ്റെ അറിവിലേക്കായി ഞാൻ പറയുകയാണ്. ഞാൻ ശേഖരൻ മുതലാളിയുടെ വേലക്കാരനാ. എൻ്റെ പേര് ഗോപാലൻ. ഞാനൊന്നും മിണ്ടാതെ അയാളുടെ പിറകെ നടന്നുകൊണ്ടിരുന്നു. പക്ഷേ അതിനിടയിൽ ഞാൻ എത്ര പ്രാവശ്യം തിരിഞ്ഞ് ആ പഴയ തറവാടിനെ നോക്കിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ തറവാട് എൻ്റെ കണ്ണിൽ നിന്നും മറയും വരേക്കും ഞാൻ പലതവണ അവിടേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. നന്നേ വീതി കുറഞ്ഞ ഒരിടവഴിയിലൂടെ നടന്ന് ഞങ്ങൾ ഇരുവരും വലിയൊരു മൈതാനത്തിലേക്ക് പ്രവേശിച്ചു. ആ മനുഷ്യൻ വഴിയിലുടനീളം ആ നാടിനെയും അവിടുത്തെ നാട്ടുകാരെയും കുറിച്ച് വാ തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. പൊടുന്നനെ തിരിഞ്ഞ് അയാൾ എന്നോട് ചോദിച്ചു, സാറേ, സാർ ആ വീടിന്റെ വാതിൽ തട്ടി വിളിച്ചൊന്നുമില്ലല്ലോ അല്ലേ? പെട്ടെന്ന് കേട്ട ആ ചോദ്യം കേട്ട് ഞാൻ വെപ്രാളത്തോടെ പറഞ്ഞു, ആ, എനിക്ക് ഓർമ്മയില്ല. സത്യത്തിൽ വാതിൽ തട്ടി വിളിച്ചോ എന്ന് എനിക്കപ്പോൾ ഓർമ്മ വന്നില്ല. അയാൾ മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു, ശരി ശരി, ചിലപ്പോൾ സാറ് വാതിൽ മുട്ടി വിളിച്ച് കാണില്ല. ഇനി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സാർ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയില്ലായിരുന്നു. ഗോപാലൻ പലതവണ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, എന്താ കാര്യം? നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പലതവണ ചോദിക്കുന്നത്? നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ വളരെ സാവധാനത്തിൽ എന്നോടപ്പോൾ പറഞ്ഞു, സാറ് ദേഷ്യപ്പെടാതെ. സാറിന് ആ തറവാടിനെ കുറിച്ച് ഒന്നും അറിയില്ല. കുറേ പഴക്കമുള്ള ഒരു വീടാണിത്. എല്ലാവരും പറയാറുണ്ട് ആ തറവാട്ടിൽ നിധിയുണ്ടെന്ന്. വലിയ വിലപിടിപ്പുള്ള ഒരു നിധി. പക്ഷേ ആർക്കും അറിയില്ല ആ തറവാട്ടിൽ അതെവിടെയായിട്ടാണുള്ളതെന്ന്. നിനക്കറിയാലോ, പിന്നെ നീ എന്താണ് അത്രയും വിലപിടിപ്പുള്ള ആ നിധി കണ്ടെത്താൻ ശ്രമിക്കാഞ്ഞത്? സാർ ഉദ്ദേശിക്കുന്നത് പോലെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടേക്ക് പോകാനായി ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. തമാശ എന്താന്ന് വെച്ചാൽ ആ നിബന്ധനകൾ എന്താണെന്ന് ആർക്കും ഒട്ടറിയില്ല താനും. ഞാൻ ഉടനെ തന്നെ അയാളോട് അടുത്ത ചോദ്യം ചോദിച്ചു, എന്ത് നിബന്ധനകളാണ്? അല്ലേ, ആ നിബന്ധനകളൊന്നും ആർക്കും ഒട്ടറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാണ് ഞാനതറിയുക? ഓഹോ, അങ്ങനെയാണ്. എന്നാൽ ആ തറവാട് ഇടിച്ചു പൊളിച്ചു നോക്ക്, അല്ലെങ്കിൽ അവിടെ മാകെ ഉഴുതുമറിച്ചു നോക്ക്. ഇതിലിത്ര പ്രയാസപ്പെടേണ്ട കാര്യം എന്താണ്? വെറും ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ നിധി കണ്ടെത്താനാവും. എന്റെ ആ സംസാരം കേട്ട് ഗോപാൽ ചിരിച്ചുകൊണ്ട് എന്റെ നേർക്ക് നോക്കി പറഞ്ഞു, ആ തറവാടിന് എത്ര പഴക്കമുണ്ടെന്ന് എനിക്ക് തന്നെ നല്ല തിട്ടമില്ല. എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാനത് കാണുന്നതാണ്. അതങ്ങനെ ഇടിച്ചു നിരത്താനൊന്നും പറ്റില്ല. അതിനും ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അതിലൊരു നിബന്ധന എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ തറവാട് നശിപ്പിക്കുകയാണെങ്കിൽ അതിനുള്ളിലുള്ള നിധിയും എന്നേക്കുമായി നഷ്ടമാകും. ആർക്കും ഒന്നും തന്നെ കിട്ടില്ല. ഈ നിധി കിട്ടണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പൂർത്തിയാക്കിയാൽ മാത്രമേ ആ നിധി ലഭിക്കുകയുള്ളൂ. പക്ഷേ അതൊന്നും ആർക്കും അറിയില്ല. വായിൽ തോന്നുന്നത് പോലെ അതും ഇതും പലരും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതിലെന്തൊക്കെ സത്യമുണ്ടെന്ന് ആർക്കും ഒട്ടറിയില്ല താനും. അതുകൊണ്ടാണ് അവിടേക്ക് പോകാൻ എല്ലാവരും ഭയക്കുന്നത്. ഒറ്റയ്ക്കാരെങ്കിലും ആ തറവാടിന്റെ വാതിലിൽ മുട്ടി വിളിച്ചാൽ ആ വാതിൽ താനേ തുറന്നു വരുമെന്നാണ് എല്ലാവരും പറയുന്നത്.
കൂടാതെ മുട്ടി വിളിക്കുന്നവനെ അതുള്ളിലേക്ക് വലിച്ചെടുക്കും. ഇന്നും ആ തറവാട്ടിൽ പണ്ട് താമസിച്ചവരുടെ ആത്മാക്കളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവരാണത്രേ ആ നിധിയുടെ കാവൽക്കാർ. ഭൂതപ്രേതങ്ങളുടെ കാര്യം പറഞ്ഞ് ആൾക്കാരെല്ലാം ഇപ്പോഴും മറ്റുള്ളവരെ മണ്ടന്മാരാക്കുന്നത് ഒരു പതിവാണ്. അതുകൊണ്ടാണ് ആ പഴയ വീട് ഇടിച്ചു പൊളിക്കാൻ എല്ലാവരും തന്നെ ഭയപ്പെടുന്നത്. പക്ഷേ എനിക്കൊട്ടും തന്നെ ഭയമില്ല. എന്തായാലും ഒരു ദിവസം ഞാൻ ഉറപ്പായും അവിടെ ചെന്ന് നോക്കുക തന്നെ ചെയ്യും. അവിടെ എന്താണുള്ളതെന്ന് അറിയാമല്ലോ. ആ സമയം വൃദ്ധനായ ഒരു മനുഷ്യൻ എവിടെ നിന്നോ എന്റെ മുന്നിൽ വന്നു നിന്നു. എന്റെ ചുമലിൽ പിടിച്ച് എന്നെ പിറകോട്ട് തള്ളിക്കൊണ്ട് അയാൾ ചോദിച്ചു, നിനക്ക് ഭയമില്ലേ? ഭയമില്ലെന്നല്ലേ ചോദിച്ചത്? എന്നാൽ നീ അവിടേക്ക് ചെല്ലടാ, ചെല്ല്. നീ ചെല്ലത്തില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അയാളുടെ ആ ചിരി വളരെ വികൃതമായിരുന്നു. അയാളെ കണ്ടതോടെ ഞാൻ അയാളുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അപ്പോഴേക്കും ഗോപാലൻ അവിടേക്ക് വന്നു. നീല, മാറിപ്പോക്കോ. പോകാനല്ലേ നിന്നോട് പറഞ്ഞത്? സാറിനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട. അമ്പലത്തിൽ നിനക്കായി ചോറ് വെച്ചിട്ടുണ്ട്. പൊക്കോ, പോയി കഴിച്ചോ. ചോറൊന്ന് കേട്ടപ്പോഴേ ആ മനുഷ്യൻ അവിടെ നിന്ന് വേഗത്തിൽ എവിടേക്ക് ഓടിപ്പോയി. ഞാൻ അയാളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. താഴെ വെച്ച സ്യൂട്ട് കേസ് ഗോപാലൻ വീണ്ടും തലയിൽ എടുത്തു വെച്ചു. മുന്നോട്ട് നടന്നു. സാറ് പേടിക്കണ്ട, അവനൊരു ഭ്രാന്തനാ. അമ്പലത്തിണ്ണയില അവന്റെ കിടപ്പ്. ഒന്ന് ആഹാരം, രണ്ടാമതായി ആ നിധി. ഇത് രണ്ടും അവനൊരു ഭ്രാന്ത. അതൊക്കെ പോട്ടെ, ഞാൻ എന്താ പറഞ്ഞു വന്നത്? ആ തറവാട്, അവിടെ ആത്മാക്കളുണ്ട്. അവരാണ് നിധിയുടെ കാവൽക്കാർ. ആരെങ്കിലും അത് കൈവശപ്പെടുത്താൻ അവിടേക്ക് ചെന്നാൽ ആത്മാക്കൾ അവരെ ജീവനോടെ വെച്ചേക്കില്ല. ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് വലിയൊരു കെട്ടിടത്തിന് മുന്നിൽ ചെന്നെത്തി. സത്യത്തിൽ അതൊരു നാൽക്കവലയായിരുന്നു. ആ ഭാഗത്തായി നിരവധി കടകൾ ഉണ്ടായിരുന്നു. തുണിക്കടകളും പാത്രക്കടകളും അതിൽ പെടും. ആ വലിയ കെട്ടിടത്തിന് മുകളിലായിരുന്നു ഓഫീസ് കെട്ടിടം. ആ കെട്ടിടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാർ, ആ വലിയ ജനലുള്ള കെട്ടിടമില്ലേ, അതാണ് സാറിന്റെ ഓഫീസ്. അതിന്റെ പിന്നിലായി പുതിയൊരു വീടുണ്ട്. സാറിന് അവിടെ താമസിക്കാനായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സാർ അന്വേഷിച്ച് നടന്ന തറവാട് ഇതിന്റെ പിന്നിലാണ്. പക്ഷേ ഓഫീസിന്റെ താക്കോൽ മുതലാളിയുടെ കയ്യിലാണ്. ഇന്ന് വൈകിട്ട് സാറിന് മുതലാളിയെ കാണാവുന്നതാണ്. എന്തായാലും ഞാൻ സാറിനെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്കാം. യാത്രാക്ഷീണമുണ്ടാവും. സാറ് പോയി വിശ്രമിക്ക്. നമുക്ക് വൈകിട്ട് കാണാം. ഗോപാലൻ ആ കെട്ടിടത്തിന് പിന്നിലുള്ള പുതിയ വീട്ടിലേക്ക് എന്നെ കൊണ്ടുചെന്നാക്കി. എനിക്ക് നല്ല യാത്രാക്ഷീണമുണ്ടായിരുന്നു. അതിനാൽ കൈയും കാലും കഴുകി ഞാൻ ബെഡ്റൂമിൽ ചെന്ന് റെസ്റ്റ് എടുത്തു. തുടരെയുള്ള കഥകിലെ മുട്ടിവിളി കേട്ടാണ് ഞാൻ ഉണർന്നത്. സമയം എന്തായി എന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല. വാതിലിന് പുറത്ത് ഗോപാലൻ നിൽപ്പുണ്ടായിരുന്നു. മുതലാളി സാറിനെ ആഹാരം കഴിക്കാനായി ക്ഷണിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ഫ്രഷായി ഗോപാലനൊപ്പം പോയി. ശേഖരൻ മുതലാളിയുടെ വീട് വളരെ വലുതായിരുന്നു. ആ നാട്ടിലെ ധനികന്മാരിൽ പേരുകേട്ട ഒരാളായിരുന്നു ഈ ശേഖരൻ മുതലാളി. അദ്ദേഹം എന്നെ ആ കൊട്ടാരം പോലുള്ള വീടിനുള്ളിലേക്ക് വിളിച്ചിരുത്തി. അല്പനേരത്തെ സംസാരത്തിനൊടുവിൽ ഞങ്ങൾ ഇരുവരും ആഹാരം കഴിക്കാനായിരുന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ശേഖരൻ മുതലാളിയോട് ചോദിച്ചു, മുതലാളി, റോഡ് സൈഡിൽ കാണുന്ന ആ പഴയ ഒരു തറവാടില്ലേ, അതാരുടെയാ? എന്റെ ആ ചോദ്യം കേട്ട് ശേഖരൻ മുതലാളി കണ്ണുകൾ ഉയർത്തി എന്നെ തുറിച്ചു നോക്കി.
പക്ഷേ അദ്ദേഹം എൻ്റെ ആ ചോദ്യത്തിന് ഒരു മറുപടിയും തന്നില്ല. അവിടെ നിന്ന് ഗോപാലനും ഒരു വെപ്രാളമുണ്ടായി. അയാളും അകത്തെ മുറിയിലേക്ക് കയറിപ്പോയി. പക്ഷേ ഞാൻ ആഹാരം കഴിക്കുന്നത് തുടർന്നു. അപ്പോൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ശേഖരൻ മുതലാളി പറഞ്ഞു, അത് ഞങ്ങളുടേതാ. എൻ്റെ ബന്ധുക്കളാ ആ തറവാട്ടിൽ ജീവിച്ചിരുന്നത്. ഇനി തനിക്ക് അവിടെയുള്ള നിധിയുടെ കാര്യമാണ് അറിയേണ്ടതെങ്കിൽ ചെവി തുറന്നു കേട്ടോളൂ. ആ തറവാട്ടിൽ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് പോലെ ഒരു നിധിയുമില്ല. ഞാൻ അത് തന്നെയാണ് ഗോപാലനോട് പറഞ്ഞത്. ഈ സമയം ഗോപാലൻ അകത്തെ മുറിയിൽ നിന്ന് എത്തി വലിഞ്ഞ് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആഹാരം കഴിച്ച് തീർന്ന ഉടനെ തന്നെ മുതലാളി എൻ്റെ കയ്യിലേക്ക് ഒരു താക്കോൽ കൂട്ടം വെച്ചു തന്നു. പിന്നീട് അകത്ത് നിന്ന് ഗോപാലിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇയാളെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. ഹാ, ഒന്ന് നിൽക്ക് ഗോപാല, നീ എല്ലാ കാര്യങ്ങളും ഇയാളെ ഒന്ന് നന്നായി പറഞ്ഞ് മനസ്സിലാക്കിയേക്ക്. അദ്ദേഹം എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഒന്നും മിണ്ടാതെ ശേഖരൻ മുതലാളി അകത്തേക്ക് കയറിപ്പോയി. ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചോദിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കാം. ഗോപാലൻ തലയിൽ കൈവച്ചുകൊണ്ട് അകത്ത് നിന്നിറങ്ങി വന്നു. എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അയാൾ എന്നെ പുറത്തേക്ക് കൊണ്ടുപോയി. സാർ എന്തൊക്കെയാ അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞത്? സാറിന് അങ്ങനെയൊന്നും അദ്ദേഹത്തോട് ചോദിക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിലും മുകുന്ദൻ സാറിനൊന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ കുടുംബക്കാർ മൊത്തവും ആ തറവാട്ടിൽ വെച്ച് വെന്ത് വെണ്ണീറായതാണ്. ഗോപാലിന്റെ സംസാരം കേട്ട് എനിക്കാകെ സങ്കടമായി. നീ എന്താ ഇതൊന്നും എന്നോട് നേരത്തെ പറയാതിരുന്നത്? എന്നെ സമാധാനിപ്പിക്കാനായി അയാൾ പറഞ്ഞു. ആ, സാറത് വിട്ടേര്. ഇനി ഒരിക്കലും ആ പഴയ തറവാടിനെ കുറിച്ച് മുതലാളിയോട് ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ വീണ്ടും അയാളോട് ആ പഴയ തറവാടിനെ കുറിച്ച് തന്നെ ചോദിച്ചു. ശരി ശരി, ആ പഴയ തറവാട്ടിലേക്ക് കടന്നുകൂടാൻ പാലിക്കേണ്ട നിബന്ധനകളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമോ? ഗോപാലൻ തിരിഞ്ഞ് എന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ, സാറിനും അവിടേക്ക് പോകണോ? വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കിതൊന്നും അറിയില്ല സാറേ. അപ്പോഴേക്കും ആ ഭ്രാന്തൻ വീണ്ടും എവിടുന്നോ എൻ്റെ മുന്നിലേക്ക് വന്നു. നിനക്ക് അവിടെ പോകണോ? എന്നാൽ പോ. നീ പോകുമോ? നിനക്കും ആ നിധി വേണമല്ലേ? ഇത്തവണ ആ മനുഷ്യനെ അവിടെ നിന്ന് തള്ളി മാറ്റിക്കൊണ്ട് ഗോപാൽ പറഞ്ഞു, നീല, ഞങ്ങളെ വീണ്ടും ശല്യം ചെയ്യാനാണോ നിന്റെ പുറപ്പാട്? പൊയ്ക്കോ ഇവിടുന്ന്. നിനക്കായി വീട്ടിൽ കുറച്ച് ആഹാരം എടുത്തു വച്ചിട്ടുണ്ട്. പൊക്കോ, പോയി കഴിച്ചോ. ആഹാരമെന്ന് കേട്ടപ്പോഴേ അയാൾ വീണ്ടും അവിടെ നിന്ന് ഓടിപ്പോയി. ഞാൻ തിരിച്ച് എൻ്റെ താമസ സ്ഥലത്തേക്ക് പോയി. ആ പഴയ തറവാട്, അതായത് ആ ഭാർഗവി നിലയത്തെക്കുറിച്ച് ചിന്തിച്ചാണ് ഞാനന്ന് ഉറങ്ങാൻ കിടന്നത്. അടുത്ത ദിവസം ഞാൻ ഓഫീസ് തുറന്നു. എല്ലാ ഫയലുകളും ഒന്ന് ചെക്ക് ചെയ്തു. ഗോപാലിനെ കൊണ്ട് അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കുകയും ചെയ്തു. അന്നുച്ചയ്ക്ക് ചില ആവശ്യങ്ങൾക്കായി എനിക്ക് കളക്ട്രേറ്റ് വരെ പോകേണ്ടി വന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും നേരം സന്ധ്യയായി. തീറ്റ തേടിപ്പോയ പറവകൾ കൂടണയാനായി വേഗത്തിൽ പറന്നവന്നു. ഞാനും ശീഘ്രം മുന്നോട്ട് നടന്നു. ആ സമയം കേട്ട ചില ശബ്ദങ്ങൾ എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. നോക്കിയപ്പോൾ നീലൻ ആ പഴയ തറവാടിൻ്റെ പടിക്കെട്ടിന് മുന്നിലിരുന്ന് ഒരു കുഴി കുത്തുന്നു. ഞാൻ അയാളെ വളരെ ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അയാൾ കുഴി തോണ്ടുന്നത് നിർത്തി. ഞാൻ തൊട്ടു പിന്നിലുണ്ടെന്ന് അയാൾ അതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. തിരിഞ്ഞ്
എന്നെ തുറച്ചു നോക്കിയതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ സ്തംഭിച്ച് അവിടെ നിന്നുപോയി. നീലൻ അവിടെ നിന്ന് എണീറ്റതും ഞാൻ വേഗത്തിൽ അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങി. അയാൾ എന്റെ പിന്നാലെ വരുമെന്നോർത്ത് ഞാൻ ദ്രുതഗതിയിലാണ് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ പാതി വഴി പിന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ പിന്നിൽ അയാളില്ലായിരുന്നു. രാത്രിയിൽ ഗോപാലൻ ആഹാരവുമായി എന്റെ താമസ സ്ഥലത്തേക്ക് വന്നു. അല്പനേരം കഴിഞ്ഞ് ആഹാരം കഴിക്കുന്ന സമയത്ത് ജനലിനടുത്തായി നീലൻ എന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അയാൾ അവിടെ നിന്ന് എന്നെ തുറച്ചു നോക്കുകയായിരുന്നു. ഞാൻ എന്റെ നോട്ടം പിൻവലിച്ചു. ആഹാരം കഴിക്കുന്നത് തുടർന്നു. എന്നിട്ടും അല്പനേരം കഴിഞ്ഞ് ഞാൻ അവിടേക്ക് വീണ്ടും നോക്കി. പക്ഷെ ആ സമയം ജനലിനടുത്ത് നീലൻ ഇല്ലായിരുന്നു. അയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ആഹാരം കഴിച്ചതിന് ശേഷം 1-2 ഫയലൊക്കെ ചെക്ക് ചെയ്ത് ഞാൻ ഉറക്കം പിടിച്ചു. അന്ന് രാത്രി എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ ഇഴഞ്ഞു നടക്കുന്നത് പോലെ എനിക്കൊരു തോന്നലുണ്ടായി. ഒപ്പം തന്നെ ചെറിയൊരു കുട്ടി എൻ്റെ ചുറ്റിന് മൂടിക്കളിക്കുന്നത് പോലെയും എനിക്ക് തോന്നി. അതോടെ ഞാൻ ഉറക്കത്തിൽ നിന്നുണർന്നു. ചുറ്റിനും കനത്ത ഇരുട്ട് നിറഞ്ഞു നിന്നിരുന്നു. നാലുപാടും തണുത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ട്. ആ കനത്ത ഇരുട്ടിൽ ഞാൻ ദിക്കറിയാതെ തപ്പിത്തടയാൻ തുടങ്ങി. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടിയില്ല. അപ്പോൾ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരുന്ന എന്റെ കൈ വലിയൊരു തടിവാതിൽ തടഞ്ഞു നിന്നു. അത് ആ വാതിലായിരുന്നു. വലിയ തടിവാതിൽ എന്റെ കൈകൾ തൊട്ടപാടെ ഭയാനകമായ വലിയൊരു ശബ്ദത്തോടെ മെല്ലെ മെല്ലെ തുറന്നു വന്നു. ഉടനെ അവിടെയെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം പരന്നു. ചുറ്റുപാടും 1000 ദീപങ്ങൾ ഒന്നിച്ച് കത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അത് ആ പഴയ തറവാടായിരുന്നു. നാട്ടുകാർ പറഞ്ഞു നടക്കുന്ന ആത്മാക്കൾ ഉറങ്ങുന്ന ആ വലിയ തറവാട്. അങ്ങനെ നോക്കി നിൽക്കെ അകത്തെവിടെയോ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ എന്റെ കാതിൽ പതിഞ്ഞു. ആ നിമിഷം എന്റെ തൊട്ടു പിന്നിലായി ആരോ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി തുടങ്ങി. അയാളുടെ ശ്വാസഗതികൾ എനിക്കപ്പോൾ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആരാണ് എന്റെ പിന്നിൽ അനങ്ങാതെ അങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ തിരിഞ്ഞ് അവിടേക്ക് നോക്കാൻ ഭാവിച്ചതും വല്ലാത്തൊരു ശബ്ദം എന്റെ കാതിൽ പതിഞ്ഞു. പിന്നോട്ട് തിരിഞ്ഞു നോക്കണ്ട. എന്നെ കണ്ടാൽ ഒരുപക്ഷേ നിങ്ങൾ ജീവനോടെ ഉണ്ടാകില്ല. ഒരു നിബന്ധന നീ പൂർത്തിയാക്കി. ഇനി 2ാമത്തെ നിബന്ധന പൂർത്തിയാക്കേണ്ടതുണ്ട്. പിന്നെ മുഴുവൻ നിധിയും നിന്റെ സ്വന്തമാവുന്നതാണ്. ആ ശബ്ദം കേട്ട് എന്റെ ശരീരമാകെ തുള്ളി വിറക്കാൻ തുടങ്ങി. കടുത്ത പനി പിടിച്ചതുപോലെ ഞാനങ്ങനെ വിറച്ചുകൊണ്ടിരുന്നു. അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദമായിരുന്നു അത്. ഞാൻ വിറയാർന്ന ശബ്ദത്തിൽ അപ്പോൾ ചോദിച്ചു, ഏത് നിബന്ധന? ഒരു ദീർഘനിശ്വാസത്തിനോടൊപ്പം തന്നെ ഒരു കൈ എന്റെ തോളിൽ പതിഞ്ഞു. കറുത്ത നീണ്ടു കൂർത്ത നഖങ്ങളുള്ള ആകെ ജീർണിച്ച് വികൃതമായ ഒരു കൈ. പൊള്ളി അടർന്നു പോയ ആ കൈകൾ കണ്ട പാടെ പേടിച്ച് ഞാൻ തോളിൽ നിന്ന് ആ കൈ തട്ടിമാറ്റി. അതോടൊപ്പം തന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. എന്റെ ഭഗവാനെ, ഇത്രയും ഭയാനകമായ ഒരു സ്വപ്നമോ? ഞാൻ നെറ്റിയിൽ കൂടി ഒഴുകിയിറങ്ങിയ വിയർപ്പ് ചാലുകൾ തുടച്ചു. കണ്ടതെല്ലാം ഒരു സ്വപ്നമാണെന്നറിഞ്ഞപ്പോൾ
എനിക്ക് വല്ലാത്ത ആശ്വാസമുണ്ടായി. അതോടെ ബെഡിൽ നിന്ന് എണീറ്റ് ഞാനൊരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ജനലിനടുത്തേക്ക് ചെന്നു. ഒരു പുകയെടുത്തതിന് ശേഷം ഞാൻ പുറത്തേക്ക് നോക്കി. പുറത്താരോ നിൽപ്പുണ്ടായിരുന്നു. അയാൾ എന്നെ തന്നെ തുറച്ചു നോക്കുകയായിരുന്നു. എനിക്കപ്പോൾ തന്നെ ആളെ പിടികിട്ടി. അത് നീലനായിരുന്നു. ഈ ഭ്രാന്തൻ എന്തിനാണ് എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ഞാൻ ദേഷ്യത്തിൽ എരിഞ്ഞു തീരാറായ സിഗരറ്റ് ജനലിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് ജനലടച്ച് ഞാൻ വീണ്ടും ഉറങ്ങാനായി ശ്രമിച്ചു. അടുത്ത കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഓഫീസിലെ ജോലി തിരക്കിലായിരുന്നു. ആഹാരം കഴിക്കാൻ പോലും ഞാൻ മറന്നു പോകുമായിരുന്നു. ആ രീതിയിൽ ഞാൻ തിരക്കിൽ അകപ്പെട്ടു പോയി. അങ്ങനെ ഒരു രാത്രിയിൽ ഞാൻ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. രാത്രി ഏകദേശം ഒരു 10 മണിയായി കാണും. ആ സമയത്താണ് ഗോപാലൻ അവിടേക്ക് വന്നത്. വന്നതും അയാൾ പിറുപിറുക്കാൻ തുടങ്ങി. സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ അല്പം താമസിച്ചു പോയി. സാർ പെട്ടെന്ന് ആഹാരം കഴിച്ചാട്ടെ, ഞാൻ രാവിലെ വരാം. ഗോപാലൻ അടുക്കുപാത്രം മേശപ്പുറത്ത് വെച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ ഒരുങ്ങി. എന്റെ മുഴുവൻ ശ്രദ്ധയും ജോലിയിലായിരുന്നു. പക്ഷേ എന്തോ ആ സമയം എന്റെ മനസ്സിലേക്ക് ചില ചിന്തകൾ കടന്നു വന്നു. ഗോപാല, ഒന്ന് നിൽക്കൂ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അയാൾ പുറത്തൂരിയിട്ട ചെരിപ്പിട്ടുകൊണ്ട് പോകാൻ ഒരുങ്ങിയതാണ്. എന്റെ ശബ്ദം കേട്ടതും ഗോപാലൻ അവിടെ തന്നെ നിന്നു. അയാൾ സംശയത്തോടെ എന്നോട് പറഞ്ഞു, എന്താണ് സാർ കാര്യം? എളുപ്പമൊന്ന് പറഞ്ഞാട്ടെ, എനിക്ക് അല്പം തിടുക്കമുണ്ട്. അല്ല, ആ നീലനെ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. അയാൾ എവിടെ പോയി? ഓ, അയാൾ അങ്ങനെയൊക്കെയാ. ഇടയ്ക്കിടെ നീലിനെ ഇങ്ങനെ കാണാതാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ വന്നോളും. ഏറെ നേരം വിശപ്പ് സഹിക്കാനൊന്നും അവനാകില്ല സാറേ. വിശക്കുമ്പോൾ അവൻ തിരികെ വന്നോളും. അല്ല, സാറെന്തിനാ ഇപ്പോൾ അവനെപ്പറ്റി അന്വേഷിക്കുന്നത്? ഹേയ്, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. 2-3 തവണ ഞാൻ അയാളെ ഈ ജനലിനടുത്ത് നിൽക്കുന്നതായി കണ്ടു. എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്നും എനിക്കറിയില്ല. അത് കേട്ടതും ഗോപാലൻ എന്റെ അടുത്തേക്ക് വന്നു. സാർ അവൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. അവനൊരു ഭ്രാന്തനാ. നേരത്തെ ഇവിടെ ജോലിക്ക് നിന്ന ഒരു സാറിന്റെ പിന്നാലെയും അവൻ ഇതുപോലെ നടക്കുമായിരുന്നു. എപ്പോഴും അവൻ ആ നിധിയുടെ കാര്യമേ പറയാനുള്ളൂ. ഞാൻ ആ സാറിനെയും പറഞ്ഞു മനസ്സിലാക്കിയതായിരുന്നു അവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുതെന്ന്. പക്ഷെ ഒരു രാത്രി അയാൾ ഒരു ഭ്രാന്തനെ പോലെ ഉറക്കെ അലറിക്കൊണ്ട് ഈ ഗ്രാമത്തിലാകെ ഓടി നടന്നു. എന്ത് ചോദിച്ചിട്ടും ആ സാർ ഒന്നും പറയുന്നില്ലായിരുന്നു. ഞാൻ അയാളെ കണ്ടു എന്ന് മാത്രം അയാൾ പലതവണ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ സാറിന് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും തന്നെ അറിയില്ല. പിന്നീട് അന്ന് രാത്രി തന്നെ മുതലാളി ഒരു വണ്ടി വിളിച്ച് അയാളെ അയാളുടെ നാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. പിന്നെ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും ആർക്കും അറിയില്ല കേട്ടോ. പക്ഷേ ആ ഭ്രാന്തൻ നീലൻ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. അയാൾ നീലൻ പറയുന്നത് കേട്ട് ഒരു രാത്രി ആ പഴയ തറവാട്ടിൽ പോയിരുന്നു. ഗോപാലൻ പടിക്കെട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ജോലികളൊന്നും തീർന്നിട്ടില്ല, അതിനാൽ എനിക്കിപ്പോൾ പോയേ പറ്റൂ. ഗോപാലൻ അത്രയും പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് തിടുക്കത്തിൽ തിരിഞ്ഞു നടന്നു. അക്കാര്യങ്ങളെല്ലാം തന്നെ എന്നിൽ ആശ്ചര്യമുണ്ടാക്കി. എന്നാലും അതിലൊന്നും അധികം ശ്രദ്ധ കൊടുക്കാതെ ഞാൻ എൻ്റെ ജോലിയിൽ മുഴുകി. ജോലി ചെയ്ത് ഞാൻ ടേബിളിൽ തലവെച്ച് അവിടെ ഇരുന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. ടേബിളിനടുത്ത് തന്നെയായിരുന്നു ആ ജനലഴികൾ. അതിലൂടെ കടന്നു വന്ന തണുത്ത കാറ്റേറ്റ് പെട്ടെന്ന് തന്നെ എനിക്ക് ഉറക്കം വന്നു. ആ ഉറക്കത്തിനിടയിൽ എന്തോ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്.
ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കണ്ണു തുറക്കാൻ തോന്നിയില്ല. വീണ്ടും ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. അവിടെ ആകെ ഒന്ന് നോക്കി. പുറത്ത് ജനലഴികൾ പിടിച്ചുകൊണ്ട് നീലൻ നിൽപ്പുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി അയാളെ അവിടെ കണ്ടപ്പോൾ ഞാൻ ഭയന്നു പോയി. കസേരയിൽ നിന്ന് എണീറ്റുകൊണ്ട് ഞാൻ നീലിനോട് ചോദിച്ചു, നിനക്കെന്താ വേണ്ടത്? നീലൻ ജനലഴികളോട് ഏറെ അടുത്ത് നിന്നുകൊണ്ട് അപ്പോൾ പറഞ്ഞു, നിധി തപ്പാൻ സാറ് പോകുമോ? ആ നിബന്ധനകളെക്കുറിച്ച് എല്ലാം എനിക്ക് നന്നായി അറിയാം. പറ, സാറ് പോകുമോ? ഞാൻ എൻ്റെ നോട്ടം പിൻവലിച്ചുകൊണ്ട് നീലിനോട് പറഞ്ഞു, ഇല്ല ഇല്ല, നീ ഇവിടുന്ന് വേഗം പൊക്കോ. ആ നിധിയുടെ കാര്യത്തിൽ എനിക്കൊരു ഇൻട്രസ്റ്റുമില്ല. പണക്കാരനാകാനുള്ള ഒരാഗ്രഹവും എനിക്കില്ല. അവനവൻ്റെ കണ്ണുകൾ തുറിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നാമത്തെ നിബന്ധന, ആർക്കാണോ ആ നിധി സ്വന്തമാക്കാൻ ആഗ്രഹമില്ലാത്തത് അയാൾക്കേ അത് ലഭിക്കൂ. നീലന്റെ വാക്കുകൾ കേട്ട് എന്റെ ജിജ്ഞാസ വർദ്ധിച്ചു. എങ്കിലും ഞാൻ പറഞ്ഞു, നീ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു നിധിയും വേണ്ടെന്ന്. ഞാൻ പറഞ്ഞത് കേട്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. നീലനെ എല്ലാവരും ഒരു ഭ്രാന്തനായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അയാളെ കണ്ടിട്ട് ഭ്രാന്തിൻ്റെതായ ഒരു ലക്ഷണവും അയാൾക്കുള്ളതായിട്ട് തോന്നിയില്ല. ഇന്ന് ഞാൻ അയാളുടെ ഒരു പുതിയ മുഖമാണ് കണ്ടത്. ജനലഴികളിൽ നിന്ന് പിടിവിട്ട് അയാൾ തെല്ലെ പിന്നിലേക്ക് മാറി നിന്നു. നീ എന്താ അവിടേക്ക് പോകാത്തത്? അവൻ തല കുനിച്ചുകൊണ്ട് എന്നോടപ്പോൾ മറുപടി പറഞ്ഞു, എനിക്കവിടേക്ക് പോകാൻ സാധിക്കില്ല. കാരണം അവർക്കെല്ലാവർക്കും എന്നെ അറിയാം. പക്ഷെ അതൊന്നും എനിക്ക് സാറിനോട് പറയാൻ പറ്റില്ല. എന്നാൽ ഇതും ആ നിബന്ധനകളുടെ ഒരു ഭാഗമാണ്. നീലൻ എന്റെ ചോദ്യം നിഷേധിച്ചതിനാൽ ഞാൻ അവനോട് മറ്റൊരു ചോദ്യം ചോദിച്ചു. അതൊക്കെ പോട്ടെ, ആ നിധി നിനക്ക് ലഭിച്ചാൽ നീ അതുകൊണ്ട് എന്ത് ചെയ്യും? അവനപ്പോൾ വളരെ ശാന്തനായി പറഞ്ഞു, എനിക്ക് മുക്തി ലഭിക്കും. ഈ ഭ്രാന്തിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന്, എൻ്റെ ഭൂതകാലത്തിൽ നിന്ന്, എൻ്റെ കർമ്മത്തിൽ നിന്ന്. നീലന്റെ വാക്കുകൾ കേട്ട് ഞാൻ ചിന്താക്കുഴപ്പത്തിലായി. ഏത് കർമ്മത്തിന്റെ കാര്യമാണ് നീ പറയുന്നത്? ഇപ്പോൾ എനിക്ക് സാറിനോടൊന്നും തന്നെ പറയാൻ കഴിയില്ല. അഥവാ സാർ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ എല്ലാം തന്നെ തുറന്നു പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നീലൻ അവിടെ നിന്ന് കുറച്ച് ചുവടുകൾ പിന്നോട്ട് വെച്ചു. അവൻ അവിടെ നിന്ന് പോകരുതെന്ന് ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തുടർന്നു. അതോടെ നീലൻ വീണ്ടും ജനലിനടുത്തേക്ക് വന്നു. ഒന്നാമത്തെ കാര്യം, സാർ അവിടേക്ക് പോകാൻ തയ്യാറാണെങ്കിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. സാർ അവിടേക്ക് പോവുകയാണെങ്കിൽ സാറിന് അവിടെ നിന്ന് തിരിച്ചു പോരാൻ കേവലം ഒരവസരം മാത്രമേ ലഭിക്കൂ. ഒരു തവണ ആ തറവാടിനുള്ളിലേക്ക് സാറ് കാലെടുത്ത് വെച്ചാൽ പിന്നെ നിധിയോടൊപ്പമല്ലാതെ സാറിന് അവിടെ നിന്ന് തിരിച്ചു വരാൻ സാധിക്കില്ല. ഇനി അഥവാ സാറിന് അവിടെ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞെങ്കിൽ അവിടെയുള്ളത് എന്താണോ അത് സാറിന്റെ പിന്നാലെ കൂടുന്നതാണ്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനർത്ഥം അവിടെ പോകുന്നത് ആരാണോ അവരുടെ മരണം ഉറപ്പിക്കാം അല്ലേ? നീലൻ വളരെ ശാന്തനായി പറഞ്ഞു. അല്ല, അതിനർത്ഥം അങ്ങനെയല്ല. സാറിന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ ആ
നിബന്ധനകളെല്ലാം പാലിക്കുകയാണെങ്കിൽ സാറിനൊന്നും തന്നെ സംഭവിക്കില്ല. ശരി, അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. ബാക്കി നിബന്ധനകൾ എന്താണ്? അതെല്ലാം ആ തറവാടിന് മുന്നിലുള്ള വാതിലിനടുത്തെത്തുമ്പോൾ അവിടെ വെച്ച് പറയാം. അയാൾ പറയുന്നത് കേട്ട് ഞാൻ ആകെ ചിന്താക്കുഴപ്പത്തിലായി. ഞാൻ നീലന്റെ വാക്കുകൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് പറഞ്ഞു, ശരി, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. തൽക്കാലം നീ ഇപ്പോൾ പൊക്കോ, എനിക്കൊന്ന് വിശ്രമിക്കണം. അവൻ നിറഞ്ഞ കണ്ണുകളോടെ എന്നെ അവിടെ നിന്നുകൊണ്ട് നോക്കാൻ തുടങ്ങി. സാറിന് ഒരു കാര്യം അറിയില്ല. അറിഞ്ഞോ അറിയാതെയോ ആദ്യത്തെ നിബന്ധന സാറ് പൂർത്തിയാക്കിയിരിക്കുന്നു. എനിക്കാകെ ആശ്ചര്യമായി. ഏത് നിബന്ധന? സാറ് ഇവിടേക്ക് വന്നപ്പോൾ ആദ്യം തന്നെ ആ തറവാട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ഒരു തവണ സാറ് ആ കഥകൾ മുട്ടി വിളിച്ചു. അതായിരുന്നു ആദ്യത്തെ നിബന്ധന. ഇത്രയും പറഞ്ഞതിന് ശേഷം നീലൻ അവിടെ നിന്നും മടങ്ങിപ്പോയി. ആ ഇരുട്ടിൽ എവിടെയോ അയാൾ അപ്രത്യക്ഷനായി. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ആ ഇരുട്ടിലേക്ക് നോക്കി. കുറേ നേരം അങ്ങനെ ഇരുന്നു. കൺപോളകൾക്ക് കനമേറി വന്നു. ഞാൻ കണ്ണുകൾ അടച്ചു. നീലൻ ഒരുപാട് ചോദ്യങ്ങൾ എന്റെ മനസ്സിൽ അവശേഷിപ്പിച്ചാണ് മടങ്ങിപ്പോയത്. അയാളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. ആ രാത്രി മുഴുവനും ആരോ ഉച്ചത്തിൽ കരയുന്ന ഒരു ശബ്ദം എന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. കണ്ണുകൾ തുറന്നു നോക്കുമ്പോഴേക്കും ആ ശബ്ദം പൊടുന്നനെ നിലയ്ക്കും. അടുത്ത ദിവസം ഞാൻ താമസിച്ചാണ് ഉണർന്നത്. അതിലേറെ താമസിച്ചാണ് ഞാൻ ഓഫീസിലേക്ക് പോയതും. കഴിഞ്ഞ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാനാവാത്തതിനാൽ ഇടയ്ക്കിടെ എൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അടുത്ത കുറച്ച് ദിവസത്തേക്ക് എൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ തുടർന്നു. രാത്രി മുഴുവനും ആ കരച്ചിൽ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഉണർന്നെണീറ്റ് നോക്കുമ്പോൾ ചുറ്റുപാടും ആരും ഉണ്ടായിരുന്നില്ല. എനിക്കെന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലായിരുന്നു. ഞാനും നീലിനെ പോലെ ഒരു ഭ്രാന്തനായി മാറുകയാണോ എന്ന് ഞാൻ സംശയിച്ചു. ഇതിനിടയിൽ പലതവണ ഞാനവനെ പല സ്ഥലത്തും വെച്ച് കണ്ടു. ഒരുപക്ഷെ അവൻ എൻ്റെ മറുപടിക്കായി കാത്തു നിന്നതായിരിക്കാം. അങ്ങനെ ഒരു രാത്രി വീണ്ടും അത് സംഭവിച്ചു. ഞാൻ ഗാഢനിദ്രയിലായിരുന്നു. എന്തോ ശരീരത്തിലായി ഇഴഞ്ഞു നടക്കുന്നതായി എനിക്ക് തോന്നി. ഒപ്പം തന്നെ ശരീരത്തിന് വല്ലാത്തൊരു ഭാരവും അനുഭവപ്പെട്ടു. എല്ലാ രാത്രികളിലും എനിക്ക് ഈ അനുഭവം ഉണ്ടാകുമായിരുന്നു. അതിനാൽ തന്നെ പതിവായി എൻ്റെ ഉറക്കം മുറിയുമായിരുന്നു. ഞാൻ പതിവ് പോലെ കണ്ണുകൾ തുറന്നു. അപ്പോൾ എൻ്റെ ദേഹത്തായി ഒരു കുട്ടി ഇഴഞ്ഞങ്ങനെ നടക്കുന്നു. മുട്ടിലിഴഞ്ഞുകൊണ്ട് ആ കുട്ടി എന്നെ തുറിച്ചു നോക്കാൻ തുടങ്ങി. അതോടെ ആ കുഞ്ഞിന്റെ ഉറക്കെയുള്ള കരച്ചിൽ നാലുപാടും മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. ഞാൻ ചാടിപ്പിടഞ്ഞ് കിടക്കയിൽ നിന്ന് വേഗത്തിൽ എണീറ്റു. ആ വെപ്രാളത്തിൽ ഞാൻ താഴേക്ക് വീണു. ബെഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ലായിരുന്നു. എൻ്റെ ചുറ്റുവട്ടത്ത് ഒരു കുട്ടി ഉള്ളതുപോലെ എനിക്ക് പല പ്രാവശ്യം തോന്നിയിരുന്നു. പക്ഷേ ആ കുട്ടിയെ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ താഴെ നിന്ന് മെല്ലെ എണീറ്റു. അപ്പോഴേക്കും പിന്നിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു. ഞാൻ തിരിഞ്ഞ് ജനലിനടുത്തേക്ക് നോക്കി. ജനലിനടുത്തായി അതാ നീലൻ നിൽക്കുന്നു. എനിക്കവനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? നീ എന്താണ് ചെയ്തിരിക്കുന്നത്? കുറേ ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല.
ഉറക്കം വന്നാൽ ഉടനെ ചുറ്റുപാടിൽ നിന്ന് കുറെ ശബ്ദങ്ങൾ കേൾക്കും. ഞാൻ നിന്നെപ്പോലെ ഒരു ഭ്രാന്തനായി മാറുന്നില്ല. നിനക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലേ? എനിക്കൊരു നിധിയും വേണ്ട. സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങിയാൽ മാത്രം മതി. ഞാൻ നീലിനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. പക്ഷേ അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് തിരിച്ചുപോയി. അന്നവൻ പോയതോടെ ആ രാത്രിയിൽ ആദ്യമായി എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞു. ഒരു പക്ഷേ അവനോട് ദേഷ്യപ്പെട്ടത് കൊണ്ടാവാം എനിക്കന്ന് ശാന്തമായി ഉറങ്ങാൻ കഴിഞ്ഞത് തന്നെ. അന്ന് തൊട്ട് പ്രത്യേകിച്ചൊന്നും തന്നെ പിന്നീട് സംഭവിച്ചില്ല. എല്ലാം സാധാരണ പോലെയായി തീർന്നിരുന്നു. അടുത്ത ദിവസം ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോയി. ഫാമിലിയോടൊപ്പം കുറച്ച് ദിവസം കഴിഞ്ഞെന്നാൽ മനസ്സിനൊരു സമാധാനം കിട്ടുമെന്ന് ഞാൻ ഓർത്തു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത്. നാട്ടിൽ നിന്ന് തിരിച്ചു വന്നതോടെ ഞാൻ വീണ്ടും ഫ്രഷ് മൈൻഡോടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അടുത്ത 4 ദിവസത്തേക്ക് എനിക്ക് ഓഫീസിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നു. അതിനാൽ തന്നെ എനിക്ക് മറ്റൊന്നും ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇത്രയും ദിവസത്തിനുള്ളിൽ ഞാൻ നീലനെ ഒരു തവണ പോലും അവിടെ എങ്ങും കണ്ടില്ല. ഒരു പക്ഷേ ജോലി തിരക്കിനിടയിൽ ഞാൻ അവനെ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടാവാം. അങ്ങനെ ഒരു ദിവസം ഗോപാലൻ ആഹാരവുമായി ആദ്യം രാവിലെ തന്നെ എൻ്റെ വീട്ടിലെത്തി. ഗോപാലിനെ കണ്ടപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, അല്ല ഗോപാല, നീലനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. നീലന്റെ പേര് കേട്ടതും ഗോപാലന്റെ മുഖം വെളുത്തു വിളറി. അക്കാര്യം സാറിനോട് പറയാൻ തന്നെ ഞാൻ മറന്നുപോയി. നീലൻ മരിച്ച കാര്യം സാർ ഇതുവരെ അറിഞ്ഞില്ലേ? എനിക്ക് തോന്നുന്നത് സാർ നാട്ടിൽ പോയി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവൻ മരിച്ചത്. ഗോപാലൻ പറഞ്ഞത് കേട്ട് ഞാൻ അന്തിച്ചു പോയി. എന്ത് പറ്റി നീലന്? അവൻ എന്താണ് സംഭവിച്ചത്? അറിയില്ല. പക്ഷെ അവന്റെ മൃതശരീരം ആ തറവാടിന് മുന്നിലാണ് കിടന്നിരുന്നത്. മുതലാളിയാണ് അവന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം നടത്തിയത്. നീലന്റെ മരണവാർത്ത അറിഞ്ഞ് എനിക്ക് വല്ലാത്ത സങ്കടമായി. അപ്പോൾ ഗോപാലൻ തുടർന്ന് പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പായി ഒരു ദിവസം വഴിയിൽ വെച്ച് ഞാനവനെ കണ്ടിരുന്നു. അന്നവൻ നല്ല രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അവന്റെ ഭ്രാന്ത് മാറിയെന്നാണ് എനിക്കപ്പോൾ തോന്നിയത്. ഒരു കാര്യം മാത്രമേ അവൻ എന്നോട് അപ്പോൾ പറഞ്ഞുള്ളൂ. സാറിനോട് പറയണം, അന്ന് വൈകിട്ട് ഞാൻ എവിടെയാണ് ഇരുന്നത് അവിടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കുമെന്ന്. അത്രയും പറഞ്ഞതിന് ശേഷം പഴയതുപോലെ അവൻ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടിയാ അവിടെ നിന്ന് പോയത്. അവന്റെ ഭാവമാറ്റം കണ്ട് ഞാൻ അന്തം വിട്ട് നിന്നുപോയി. ഗോപാലൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാനും കാട് കയറി ചിന്തിക്കാൻ തുടങ്ങി. ഏത് സ്ഥലത്തിന്റെ കാര്യത്തെക്കുറിച്ചാ അവൻ പറഞ്ഞത്? എനിക്കൊന്നും തന്നെ ഓർമ്മ വരുന്നില്ലായിരുന്നു. അധികവും ഞാൻ അവനെ അമ്പലത്തിന്റെ പരിസരത്തായിട്ടാണ് കണ്ടിരുന്നത്. ഇടയ്ക്ക് ആ നാലക്കവലയിലും. അന്ന് ഉച്ചയ്ക്ക് എനിക്ക് കളക്ട്രേറ്റിൽ പോകേണ്ട ഒരാവശ്യമുണ്ടായി. അവിടെ നിന്ന് മടങ്ങിയപ്പോഴേക്കും ഞാൻ പതിവ് പോലെ താമസിച്ചു പോയി. മൂവന്തി സമയം. വല്ലാത്തൊരു ചുവപ്പ് ചുറ്റുപാടും പരന്നിരുന്നു. ശാന്തസുന്ദരമായ ഒരു വൈകുന്നേരമായിരുന്നു അത്. എന്റെ ശ്രദ്ധ വഴിയരികിലെ ആ പഴയ തറവാട്ടിലേക്ക് നീണ്ടു ചെന്നു. ആ തറവാട് കണ്ടതും പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് നീലന്റെ മുഖം ഓടിയെത്തി. അതോടെ ഒരു വൈകുന്നേരം നീലൻ ആ പടിക്കെട്ടിനരികിലായിട്ടിരുന്നത് എനിക്ക് ഓർമ്മ വന്നു. അവിടെ ഇരുന്നുകൊണ്ട് അയാൾ ഒരു കുഴി കുഴിക്കുകയായിരുന്നു. ഒരു പക്ഷേ അയാൾ എന്തെങ്കിലും അവിടെ ഒളിപ്പിച്ചു വെച്ചതാണോ? ഞാൻ അവിടെ നിന്നുകൊണ്ട് അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ആ നാട്ടിലെ ചില ആൾക്കാർ ആ വഴിയിലൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ നേരെ ഇരുട്ടുമ്പോൾ അവിടേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു.
അവിടെ എന്താണെന്ന് അപ്പോൾ നോക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ നാട്ടുകാർ കരുതും ഞാനും നീലനെ പോലെ ആ നിധിയെക്കുറിച്ച് ഓർത്ത് ഒരു ഭ്രാന്തനായി തീർന്നു എന്ന്. മെല്ലെ മെല്ലെ ഇരുട്ട് കനത്തു വന്നു. എല്ലാം ആ ഇരുട്ടിൽ മറഞ്ഞു. നന്നായി ഇരുട്ടിയപ്പോൾ ഞാൻ അവിടേക്ക് പോയി. വലിയൊരു ടോർച്ചും ഒരു സ്ക്രൂ ഡ്രൈവറും ഞാൻ കയ്യിൽ കരുതിയിരുന്നു. ഇരുട്ടിൽ വേഗത്തിൽ ഞാൻ ആ പഴയ തറവാട്ടിലേക്ക് നടന്നു. ഒരു നായ്ക്കുട്ടി പോലും ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് കനത്ത ഇരുട്ട്, ഭയപ്പെടുത്തുന്ന നിശബ്ദത, തണുത്ത കാറ്റിന്റെ ഇരമ്പം. ആ ഇരുട്ടിൽ ഞാൻ ആ പടിക്കെട്ടിന്റെ അരികിലിരുന്നു. പോക്കറ്റിൽ നിന്ന് സ്ക്രൂ ഡ്രൈവർ പുറത്തേക്കെടുത്തു. അവിടെ തന്നെ ചെറിയൊരു മൺകൂന ഞാൻ അപ്പോൾ കണ്ടു. ആ ഭാഗത്തായി ഞാൻ കുഴിക്കാൻ തുടങ്ങി. അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. സ്ക്രൂ ഡ്രൈവറിലുടക്കി ചെറിയൊരു തുണിക്കഷ്ണം കുഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അത് ചെറിയൊരു സഞ്ചിയായിരുന്നു. തുണി കൊണ്ടുണ്ടാക്കിയ ഒരു സഞ്ചി. ആ സഞ്ചി ഒന്ന് പൊട്ടിക്കുടഞ്ഞ് ഞാനത് പുറത്തേക്കെടുത്തു. അത് തുറന്നു നോക്കി. അതിൽ ചെറിയൊരു പേപ്പർ കഷ്ണം ഉണ്ടായിരുന്നു. മടക്കി വച്ചിരുന്ന ആ പേപ്പർ തുറന്ന് ഞാനത് വായിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ താങ്കൾ ഇത് വായിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്കിപ്പോഴും മുക്തി ലഭിച്ചിട്ടില്ല. മരിക്കുന്നതോടെ ആർക്കും മുക്തി ലഭിക്കുകയുമില്ല. മുക്തി അത് കർമ്മത്തിലൂടെയാണ് ലഭിക്കുന്നത്. മുഴുവൻ കാര്യങ്ങളും ഈ പേപ്പറിൽ എഴുതുവാൻ എനിക്ക് സാധിക്കില്ല. പക്ഷെ എല്ലാ സത്യങ്ങളും താങ്കളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു നിധിയുമില്ല. പക്ഷേ അവിടെ എന്താണുള്ളതെന്ന് എനിക്ക് താങ്കളോട് പറയാൻ കഴിയില്ല. ഇതാണ് നിബന്ധന. ഇനി ഒരു പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ താങ്കൾക്ക് അതൊരിക്കലും കണ്ടെത്താനാവില്ല. ഒരിക്കലും താങ്കൾക്കത് ലഭിക്കാനും പോകുന്നില്ല. ഒരു കാര്യം പറയാം, ഇവിടെ ഉണ്ടായിരുന്നത് എന്താണോ അതെല്ലാം കത്തിച്ചാരമായി തീർന്നു. ഞാനാണതിന് കാരണക്കാരൻ. ഞാനാണ് തീ കൊളുത്തിയത്. എൻ്റെ കുടുംബത്തെ പോലും ഞാനാണ് തീ കൊളുത്തി കൊന്നത്. പക്ഷേ ഇവിടെ എന്തോ ഒന്നുണ്ട്. അതും എന്നെപ്പോലെ മുക്തി ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ബാക്കിയായ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശേഖരനോട് നിങ്ങൾക്ക് ചോദിക്കാം. ഇത്രമാത്രം. നിങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ എൻ്റെ പേരൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ശേഖരൻ തുറന്നു പറയും. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ പേപ്പറിന് പിന്നിൽ എഴുതിയിരിക്കുന്ന നിബന്ധനകൾ വായിക്കുക. അതല്ലെങ്കിൽ ഈ പേപ്പർ കഷ്ണം കത്തിച്ച് ഇവിടെ തന്നെ ഉപേക്ഷിച്ചോളൂ. ഞാൻ ഉടനെ തന്നെ ആ പേപ്പർ തിരിച്ച് അതിന് പിന്നിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ വായിക്കാൻ തുടങ്ങി. ഏറ്റവും ആദ്യം വാതിൽ തട്ടി വിളിക്കണം. പിന്നെ അല്പനേരം കാത്തു നിൽക്കണം. അപ്പോഴേക്കും അകത്ത് നിന്ന് വാതിലിനടുത്തേക്ക് നടന്നെടുക്കുന്ന ഒരു കാലച്ച കേൾക്കാം. പക്ഷേ ആ ശബ്ദം കേട്ട് പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇനി രണ്ടാമത്തെ നിബന്ധന, നിങ്ങൾക്കിവിടുന്ന് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ 2 വട്ടം വാതിലിൽ മുട്ടുന്നതിന് മുമ്പേ നിങ്ങൾക്കിവിടുന്ന് തിരിച്ചു പോകാവുന്നതാണ്. ഇനിയൊരു പക്ഷേ 2 വട്ടം നിങ്ങൾ ആ വാതിലിൽ മുട്ടിയെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. ഇവിടെയുള്ള എല്ലാ ദുരാത്മാക്കളും നിങ്ങളുടെ പിന്നാലെ കൂടും. നിങ്ങളുടെ ജീവൻ തന്നെ എടുക്കും. 2 തവണ വാതിൽ മുട്ടുന്നതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവിടേക്ക് വന്നതെന്ന്.
കാലുച്ച നിലച്ചതിന് ശേഷം മാത്രം രണ്ട് പ്രാവശ്യം വലിയ തടിവാതിലിൽ നിങ്ങൾ മുട്ടി വിളിക്കണം. വാതിലിൽ മുട്ടുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കണം. എന്തെന്നാൽ വരുന്നയാളെ നിങ്ങൾക്ക് കണ്ടു നിൽക്കാനാവില്ല. ഇനി അയാളെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഇരു കണ്ണുകൾക്കും അപ്പോൾ തന്നെ കാഴ്ചയില്ലാതാവുന്നതാണ്. എല്ലാം മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ അയാൾ നിങ്ങളെ വകവരുത്തും. ഇനി നിങ്ങൾ അയാളെ കണ്ടില്ല എങ്കിൽ അയാൾക്ക് നിങ്ങളെ ഒന്നും തന്നെ ചെയ്യാനാവില്ല. ആ വാതിൽ തുറക്കുന്നതോടെ അകത്തേക്ക് കടക്കണം. ശേഷം 3-4 ചുവട് മുന്നോട്ട് പോകണം. അകത്ത് കടക്കുന്നതും ആ വലിയ വാതിൽ താനേ അടയും. പിന്നെ എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കരുത്. ഇനി 3-ാമത്തെ നിബന്ധന, ഭ്രമക്കാഴ്ചകൾപ്പെട്ട് നിങ്ങളുടെ മനസ്സ് തകർന്നു പോകരുത്. ശബ്ദങ്ങൾ അതെന്ത് തന്നെ ആയാലും, ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും ശബ്ദമാണെങ്കിൽ കൂടിയും നിങ്ങളതിന് മറുപടി പറയരുത്. ഒരാളോടും ഒന്നും മിണ്ടരുത്. നിശബ്ദനായി മുന്നോട്ടു പോകുക. ചെറിയൊരു തടിപ്പെട്ടി കയ്യിൽ തടയുന്നതുവരെ ഈ നിബന്ധനകളൊക്കെയും പാലിച്ചേ മതിയാവും. ആ പെട്ടിക്കുള്ളിൽ ഏറെ മനോഹരമായി ഒന്നുണ്ട്. ആ പെട്ടി ഈ തറവാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം. ഒരു പക്ഷേ ആ പെട്ടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഭ്രമത്തിൽപ്പെട്ടു പോകുമായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പല ചോദ്യങ്ങളുണ്ടാവും. ഇതുതന്നെയാണോ ഞാൻ തിരഞ്ഞു വന്ന ആ പെട്ടി? അതിനുത്തരമായി നിങ്ങളുടെ മനസ്സ് അതേ എന്നാണ് പറയുന്നതെങ്കിൽ മാത്രം ആ പെട്ടി നിങ്ങൾ തുറക്കാവൂ. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അപകടവും കൂടാതെ ഇവിടെ നിന്ന് പുറത്തു കടക്കാം. ഇത്രയും കാര്യങ്ങളാണ് ആ പേപ്പറിന്റെ പിന്നിൽ എഴുതിയിരുന്നത്. ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കാണ് തീരുമാനമെടുക്കേണ്ടിയിരുന്നത്. ഞാൻ ആ പേപ്പർ കഷ്ണം ചുരുട്ടി എന്റെ പോക്കറ്റിൽ വെച്ചു. പിന്നീട് മെല്ലെ ആ തടിവാതിലിന് മുന്നിൽ ചെന്ന് നിന്നു. കൂടുതലൊന്നും ചിന്തിക്കാതെ ഞാൻ ആ കതകിന്റെ സാക്ഷ ഒരു തവണ ചലിപ്പിച്ചു. പിന്നീട് ക്ഷമയോടെ അവിടെ തന്നെ നിന്നു. സത്യത്തിൽ ആ കാലൊച്ച കേൾക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിച്ച് നോക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനുശേഷം മടങ്ങിപ്പോകാമെന്നായിരുന്നു എന്റെ തീരുമാനം. പക്ഷേ എല്ലാം പെട്ടെന്ന് തന്നെ മാറി മറിഞ്ഞു. ആ ഓടാമ്പൽ ചലിപ്പിച്ചപ്പോൾ തന്നെ അവിടെ മാകെ വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു. ഇരുട്ട് നിറഞ്ഞ മറ്റൊരു ലോകത്തിൽ അകപ്പെട്ടു പോയതുപോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. അടുത്ത നിമിഷം ഭയപ്പെടുത്തുന്ന നിശബ്ദതയിൽ അകത്തുനിന്ന് ആരോ വാതിലിനടുത്തേക്ക് നടന്നു വരുന്ന കാലൊച്ച എന്റെ ചെവിയിൽ പതിഞ്ഞു. നീലൻ പറഞ്ഞതുപോലെ തന്നെയാണ് ആ കാലൊച്ച ഞാൻ കേട്ടത്. ആ കാലൊച്ച കേട്ടതും അതുവരെ ഞാൻ ചേർത്ത് വെച്ച എന്റെ ധൈര്യം എവിടെയോ ചോർന്നില്ലാതെയായി. ആ നിമിഷം തന്നെ അവിടെ നിന്നും മടങ്ങിപ്പോകാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചു. ആ സമയം എന്റെ തൊട്ടു പിന്നിലായി ആരോ വന്ന് നിൽക്കുന്നത് പോലെ എനിക്കൊരനുഭവമുണ്ടായി. എന്റെ തൊട്ടു പിന്നിൽ ആരോ ഉണ്ടായിരുന്നു. അയാളുടെ ശ്വസനഗതി എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷെ തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ഞാൻ വല്ലാതെ ഭയന്നു പോയിരുന്നു. ആ സമയം എന്നെ അടിമുടി ഉറപ്പിച്ചുകൊണ്ട് ഏറെ ഭയാനകമായ ഒരു ശബ്ദം എന്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്,
എന്നെ കണ്ടാൽ നീ ഇവിടുന്ന് ജീവനോട് തിരിച്ചു പോകില്ല. രണ്ടാമത്തെ നിബന്ധന പൂർത്തിയാക്കൂ. ഞാൻ ആ ശബ്ദം ഒരിക്കൽ എന്റെ സ്വപ്നത്തിൽ കേട്ടിരുന്നു. അതെ, അത് ആ ശബ്ദം തന്നെയായിരുന്നു. എന്റെ ശരീരം ആകെ വിറച്ചു തുള്ളാൻ തുടങ്ങി. വലിയൊരു ട്രാപ്പിൽ അകപ്പെട്ടതുപോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. അതേ നിമിഷം എന്റെ തോളിൽ ഒരു കൈയുടെ സ്പർശനം ഞാൻ അറിഞ്ഞു. എന്റെ ചുമലിൽ അതേ ജീർണിച്ച കൈകൾ, കത്തിക്കരിഞ്ഞ് മാംസം ഇളകിപ്പോയ ആ കൈകളിലെ നഖങ്ങൾ കറുത്ത് നീണ്ട് കൂർത്തതായിരുന്നു. ഇത്തവണ തോളിൽ നിന്ന് ആ കൈകൾ തട്ടിമാറ്റാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. എന്നാൽ ഇത് തീർത്തും സത്യമായിരുന്നു. വല്ലാത്ത പേടിയോടെ ഞാൻ അപ്പോൾ തന്നെ എന്റെ ഇരു കണ്ണുകളും ഇറുക്കി അടച്ചു. എന്താണെന്നറിയില്ല, ഞാൻ ഒന്നും ചിന്തിക്കാതെ രണ്ടാം തവണയും ആ സാക്ഷികൾ ചലിപ്പിച്ചു. ഇനി ആഗ്രഹിച്ചാൽ പോലും അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഭയപ്പെടുത്തുന്ന ശബ്ദത്തോടെ ആ വലിയ തടിവാതിൽ എനിക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. ഞാൻ 5-6 ചുവട് മുന്നോട്ട് വെച്ചു. അതോടെ ആ വാതിൽ സ്വയം അടഞ്ഞു. വലിയൊരു ശബ്ദമുണ്ടായി. വാതിലടഞ്ഞതിനോടൊപ്പം തന്നെ ആ ശബ്ദം അവിടുത്തെ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്നു. ചുറ്റിനും കണ്ണിൽ കത്തുന്ന ഇരുട്ട് നിറഞ്ഞു. നല്ല ചൂട് കാലമായിരുന്നിട്ട് കൂടിയും എനിക്ക് വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടു. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞു. എന്റെ ചുറ്റിനും എന്താണുള്ളതെന്നോ, എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ, എന്താണ് ചെയ്യേണ്ടതെന്നോ ഒന്നും തന്നെ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഒരു അരമണിക്കൂറോളം ഞാൻ ഒരു സ്ഥലത്ത് തന്നെ അനങ്ങാതെ നിന്നു. കടലാസിൽ പറഞ്ഞതുപോലെ ഒരു അനുഭവം ഉണ്ടാകാഞ്ഞതിനാൽ ആ ഇരുട്ടിൽ ഒന്നും തന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. വളരെ പതുക്കെ ഞാൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ വളരെ ചെറിയൊരു ശബ്ദം എന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. എന്റെ ചുറ്റുവട്ടത്തെവിടെയോ ഒരു കൊതുക് മൂളിപ്പറക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഞാനതിനെ ഓടിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ എല്ലാം പഴയതുപോലെ ശാന്തമായി. കടുത്ത നിശബ്ദത എന്റെ ചുറ്റും നിറഞ്ഞു. അതേ നിമിഷം തന്നെ ചെറിയൊരു ചിരിശബ്ദം അവിടെ എവിടെ നിന്നോ ഞാൻ കേട്ടു. മെല്ലെ മെല്ലെ ആ ചിരിശബ്ദം അവിടുത്തെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നില്ലാണ്ടായി. എന്റെ ശരീരം ഐസ് കട്ട പോലെ തണുത്തുറഞ്ഞു. ഇത്രയും നേരത്തിന് ശേഷം ആദ്യമായി എൻ്റെ അടുത്തെവിടെയോ ആരോ ഉള്ളതുപോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ അല്പനേരം അതേ സ്ഥലത്ത് അനങ്ങാതെ നിന്നു. ദൂരെ എവിടെ നിന്നോ ഒരു മൂളിപ്പാട്ട് ഞാൻ കേട്ടു തുടങ്ങി. എനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു, പക്ഷേ അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. പതുക്കെ പതുക്കെ ആ ശബ്ദവും നിലച്ചു. ഓ മൈ ഗോഡ്, ഞാൻ എവിടെയാണ് എത്തപ്പെട്ടത്? സാർ, സാർ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ശേഖരൻ മുതലാളി സാറിനെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ എത്ര നേരമായിരുന്നു സാറിനെ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. സാർ സത്യമാണ് പറഞ്ഞത്. ഈ ഭൂതവും പ്രേതവും ഒന്നും തന്നെയില്ല. ഈ ശബ്ദം ഞാൻ എൻ്റെ പിന്നിൽ നിന്നാണ് കേട്ടത്.
ഗോപാലിനോ? അയാൾ എങ്ങനെയാണ് ഈ സമയത്ത് ഇവിടെ വന്നത്? പക്ഷേ ഞാൻ ആ ശബ്ദത്തിന് മറുപടിയായി ഒന്നും തന്നെ പറഞ്ഞില്ല. സാറെന്താ ഒന്നും മിണ്ടാത്തത്? ഇനി സാറിനും ഈ പ്രേതങ്ങളെ പേടിയാണോ? ബാക്കിയുള്ളവരെ പോലെ നീയും ഒരു പേടിത്തൊണ്ടനാണ്. ചിന്തിക്കാനുള്ള ശേഷി എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇനിയും മുന്നോട്ട് നടക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ഇനി എന്തൊക്കെയാണ് എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. മടങ്ങിപ്പോകാനുള്ള എല്ലാ വഴികളും എനിക്ക് മുന്നിൽ അടഞ്ഞുപോയിരുന്നു. രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പെട്ടി, അത് കണ്ടെത്തിയേ മതിയാവും. അതും എടുത്തുകൊണ്ട് പുറത്തു കടക്കണം. കുറെ നേരം കഴിഞ്ഞ് ധൈര്യം സംഭരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. ഓരോ ചെറിയ ശബ്ദവും എന്നെ അടിമുടി വിറപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും നിശബ്ദനായി ഞാൻ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. നീ അന്വേഷിക്കുന്ന ആ പെട്ടി അവിടെയല്ല, ഇടതുവശത്തുള്ള മുറിയിലാണ് ആ പെട്ടിയുള്ളത്. അതൊരു വൃദ്ധയുടെ ശബ്ദമായിരുന്നു. ആ നിമിഷം തന്നെ ആരോ എന്റെ കയ്യിൽ പിടിച്ചു. ഷോക്കേറ്റതുപോലെ എന്റെ ശരീരം വിറകൊണ്ടു. ഞാൻ കണ്ണുകൾ വീണ്ടും ഇറുക്കി അടച്ചു. ഏറെ പരുക്കനായിട്ടുള്ള ഒരു സ്പർശനമായിരുന്നു ആ കൈകളുടേത്. പക്ഷെ വിറച്ചുകൊണ്ട് അതേ സ്ഥാനത്ത് തന്നെ ഞാൻ അനങ്ങാതെ തന്നെ നിന്നു. ഒരിഞ്ച് പോലും ഞാൻ അവിടെ നിന്ന് അനങ്ങിയില്ല. എന്റെ ഒപ്പം വരൂ, യഥാർത്ഥ നിധി ഞാൻ നിനക്ക് കാട്ടിത്തരാം. ഞാൻ ഒരു മറുപടിയും പറഞ്ഞില്ല. പേടികൊണ്ട് ഞാൻ കിതയ്ക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ ആ കൈകളുടെ പിടുത്തം അയഞ്ഞുപോയി. അപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ തോന്നി. ഇത്രയും നേരത്തിനുള്ളിൽ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഇവരെല്ലാം എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, അല്ലാതെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഒരു പക്ഷേ അവർക്കൊന്നും തന്നെ ചെയ്യാനും ആവില്ല. ഞാൻ കണ്ണുകൾ തുറക്കാത്ത പക്ഷം, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്ത പക്ഷം അവർക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇത്തവണ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. നിനക്ക് ഞങ്ങളെ പേടിക്കണ്ട, ഒരാവശ്യവുമില്ല. ഞങ്ങൾ നിന്റെ ശത്രുവല്ല. ഇവിടെ നിന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷേ ഒരേ ഒരു പ്രാവശ്യത്തേക്ക് നീ നിന്റെ കണ്ണുകൾ തുറക്കും. എന്നാൽ മാത്രമേ ശരിയായ മാർഗം ഏതാണെന്ന് ഞങ്ങൾക്ക് നിന്നെ കാണിച്ചു തരാൻ കഴിയും. ഇത്തവണ കേട്ട ശബ്ദം ഒരു വൃദ്ധൻ്റെതായിരുന്നു. ഞാൻ എൻ്റെ കൈകൾ ചുരുട്ടിപ്പിടിച്ചു. കണ്ണുകൾ തുറക്കാനായി എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായി. എന്നാലും അല്പനേരത്തേക്ക് കണ്ണു തുറക്കണോ വേണ്ടയോ എന്ന ചിന്തയിൽ ഞാൻ ശങ്കിച്ചു നിന്നു. അപ്പോഴേക്കും ആ വൃദ്ധൻ അലറിക്കൊണ്ട് എന്നോട് ചോദിച്ചു, നിനക്ക് ഞങ്ങളെ ഒരു പേടിയുമില്ലേ? നിനക്ക് നിന്റെ മരണത്തെ പോലും ഭയമില്ലേ? ഞാൻ എൻ്റെ കൈകൾ തൊഴുതു പിടിച്ചുകൊണ്ട് മനസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീണ്ടും മുമ്പ് കേട്ട ആ ചിരിശബ്ദം കേൾക്കുകയുണ്ടായി. ഇങ്ങനെയാണെങ്കിൽ നിനക്കെന്നെ ഒരിക്കലും കണ്ടെത്താനാവില്ല. ഇങ്ങനെ തിരഞ്ഞ് തിരഞ്ഞ് നീ ഒടുവിൽ മരണമടയും. ആ ഒരു നിമിഷം തന്നെ അവിടെ എവിടെയോ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി. കരളലിയിപ്പിക്കുന്ന, കണ്ണ് നനയിപ്പിക്കുന്ന ഒരു തരം കരച്ചിൽ ശബ്ദം. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഞാൻ ചുവടുകൾ വെച്ചു.
അതെന്റെ തോന്നലല്ലായിരുന്നു. ആ കരച്ചിലിൽ വല്ലാത്തൊരു വേദന മറഞ്ഞു നിന്നിരുന്നു. ആരെയോ തിരയുന്നത് പോലെ, ആരുടെയോ വരവിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ. അത് കരച്ചിലിനുമപ്പുറം ഒരു വിളിയായിട്ടാണ് എനിക്കപ്പോൾ തോന്നിയത്. അമ്മയെ വിളിക്കുന്നത് പോലെയുള്ള വേദന നിറഞ്ഞ ഒരു വിളി. ഈ കരച്ചിൽ ശബ്ദം ഞാൻ നേരത്തെയും എവിടെയോ വെച്ച് കേട്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വന്നു, ഈ ശബ്ദം ഞാൻ എൻ്റെ സ്വപ്നത്തിലാണ് കേട്ടത്. ശബ്ദം കേട്ട ദിക്കിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് തന്നെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. നീ മരിക്കാൻ പോവുകയാണ്, നിന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയുകയില്ല, നീ ഇനി തൊട്ട് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും. പക്ഷേ എന്റെ മുഴുവൻ ശ്രദ്ധയും ആ കുട്ടിയുടെ കരച്ചിലായിരുന്നു. ഒരു ചെറിയ കുട്ടി ഒരു കൂട്ടം ചെന്നായ്ക്കളുടെ ഇടയിൽ പെട്ടുപോയതുപോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് തപ്പിത്തടഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്തിലോ തട്ടി നിന്നു. തപ്പി നോക്കിയപ്പോൾ അത് വലിയൊരു ഭിത്തിയായിരുന്നു. ഞാൻ വീണ്ടും തപ്പിത്തടഞ്ഞ് മുന്നോട്ടങ്ങനെ പോയി. ഇതിനിടയിലും പലരുടെയും ചിരിശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും എനിക്കല്പം ധൈര്യമൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. എത്ര നേരം ഞാനങ്ങനെ തപ്പിത്തടഞ്ഞു എന്ന് എനിക്കറിയില്ല. മണിക്കൂറുകൾ കടന്നുപോയി. എല്ലാ മുറികളിലും കയറിയിറങ്ങി ഞാൻ ഓരോ വസ്തുവിലും അങ്ങനെ തപ്പിത്തടഞ്ഞു നോക്കി. ശരിയായ ദിശയിലേക്കാണോ എന്റെ നീക്കമെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സമയം അങ്ങനെ കടന്നു പോകുന്തോറും ആ പഴയ തറവാട്ടിൽ എനിക്ക് ചുറ്റിനുമുണ്ടായിരുന്ന ദുരാത്മാക്കൾ ചിരിക്കാൻ തുടങ്ങി. കണ്ണുകൾ തുറന്നു നോക്കാനായി അവർ പലതവണ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം അത് മാത്രമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കുറെ നേരമായിട്ട് കണ്ണുകൾ അടച്ചു വച്ചിരുന്നതിനാൽ എനിക്ക് വേദനിക്കാൻ തുടങ്ങി. മാത്രവുമല്ല, എനിക്ക് എന്നോട് തന്നെ വല്ലാത്തൊരു ദേഷ്യവും തോന്നി. ഞാൻ എന്തിനാണ് ഇവിടേക്ക് വന്നത്? എത്ര മുറികളാണ് കയറിയിറങ്ങി തപ്പിത്തടഞ്ഞ് നോക്കിയത്? കടലാസിൽ പറയുന്നത് പോലെയുള്ള ഒരു പെട്ടിയും അവിടെ എങ്ങും ഞാൻ കണ്ടില്ല. ഞാൻ വല്ലാതെ തളർന്നു തുടങ്ങിയിരുന്നു. അതോടെ ഞാൻ എൻ്റെ മരണം ഉറപ്പിച്ചു. ദേഷ്യം കൊണ്ട് കയ്യിലിരുന്ന വലിയ ടോർച്ച് ഞാൻ നിലത്തേക്കെറിഞ്ഞു. ടോർച്ച് താഴേക്കെറിഞ്ഞതും ഞാൻ ആ തറവാടിന്റെ ബേസ്മെന്റിലാണ് നിൽക്കുന്നതെന്ന് എന്റെ മനസ്സിനുള്ളിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അതോടെ ഞാൻ അതുവരെ ഇല്ലാത്തൊരു ആവേശത്തോടെ കൈകൾ കൊണ്ട് അവിടെ ആകെ തപ്പിത്തടയാൻ തുടങ്ങി. ഒടുവിൽ മറ്റൊരു വലിയ വാതിലിൽ എന്റെ കൈകൾ തടഞ്ഞു നിന്നു. അതും വലിയൊരു വാതിലായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അതിന്റെ ഓടാമ്പൽ ഒന്ന് അനക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലായിരുന്നു. എങ്കിലും പിന്മാറാൻ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. അവസാനം എന്റെ ശ്രമം ഫലം കണ്ടു. ആ വാതിൽ തുറന്നതും ആരെയും ആകർഷിക്കുന്ന ഒരു സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. അതോടെ ഞാൻ ശരിയായ വഴിയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ ഉറപ്പിച്ചു. ചുമരിൽ പിടിച്ച് തപ്പിയും തടഞ്ഞും ഒരുവിധം താഴേക്കുള്ള പടികൾ ഞാൻ ഇറങ്ങിത്തുടങ്ങി. ആ പടികൾ ഇറങ്ങി താഴേക്കെത്തിയതും എന്റെ കാൽ എന്തോ ഒരു സാധനത്തിൽ മുട്ടി നിന്നു. അത് ആ തടിപ്പെട്ടിയായിരുന്നു. ഞാൻ അന്വേഷിച്ചു നടന്ന ആ തടിപ്പെട്ടി. അങ്ങനെ അവസാനം കടലാസിൽ പറഞ്ഞ ആ പെട്ടി ഞാൻ കണ്ടെത്തി.
അടക്കാനാവാത്ത സന്തോഷത്തോടെ കണ്ണുകൾ തുറക്കാതെ തന്നെ കൈകൾ കൊണ്ട് തപ്പിത്തടഞ്ഞ് ഒരു വിധം ഞാൻ ആ പെട്ടി തുറന്നു. അതോടെ ആ മുറിയിൽ നിറഞ്ഞു നിന്ന സുഗന്ധം ഇരട്ടിയായി. ജിജ്ഞാസയോടെ ആ പെട്ടിയിലേക്ക് ഞാൻ കൈയിട്ടു. വളരെ മൃദുലമായ എന്തോ ഒന്നിലാണ് ഞാനപ്പോൾ സ്പർശിച്ചത്. അപ്പോഴേക്കും ആ കരച്ചിൽ ശബ്ദം വീണ്ടും ഉയർന്നു. മൃദുലമായ ശരീരത്തിൽ എന്റെ കൈകൾ പരതി നടന്നു. ഒരു അമ്മയുടെ സ്പർശനമേറ്റതുപോലെ ആ കരച്ചിൽ മെല്ലെ മെല്ലെ ശാന്തമായി. എന്റെ ഉള്ളിലും മമതയുടെ ഭാവം നിറഞ്ഞു. നീലൻ കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്റെ മനസ്സപ്പോൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ഞാൻ അന്വേഷിച്ചു വന്ന ആ നിധിയെന്ന്. ഞാനതിനെ എന്റെ കയ്യിലേക്കെടുത്തു. വല്ലാത്തൊരു ആനന്ദമാണ് എനിക്കപ്പോൾ ഉണ്ടായത്. ഒട്ടും പേടി തോന്നാതെ അപ്പോൾ തന്നെ ഞാൻ കണ്ണുകൾ തുറന്നു നോക്കി. ഞാനതിനെ എന്റെ കയ്യിലേക്കെടുത്തു. വല്ലാത്തൊരാനന്ദമാണ് എനിക്കപ്പോൾ ഉണ്ടായത്. ഒട്ടും പേടി തോന്നാതെ അപ്പോൾ തന്നെ ഞാൻ കണ്ണുകൾ തുറന്നു നോക്കി. സത്യം, എന്റെ കൈകളിൽ അപ്പോൾ ഒരു കുഞ്ഞു മാലാഖയെ പോലെ സുന്ദരിയായ ഒരു പെൺകുഞ്ഞായിരുന്നു. എന്താണെന്നറിയില്ല, ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ എന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. ഇത്രയും വർഷം നീലൻ ഈ കുഞ്ഞിനെയാണോ തിരഞ്ഞുകൊണ്ടിരുന്നത്? ഇതാണോ അവൻ പറഞ്ഞ വിലമതിക്കാനാവാത്ത ആ നിധി? ഞാൻ അവിടെ നിന്ന് എണീറ്റു. വന്ന വഴിയെ തിരിച്ചു നടക്കാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് എനിക്ക് പുറത്തു കടക്കണമായിരുന്നു. എന്റെ ശ്രദ്ധ ആ കുട്ടിയുടെ മുഖത്തേക്ക് മാത്രമായി ഒതുങ്ങി നിന്നു. പടികൾ കയറി ഞാൻ ആ വലിയ വാതിലിനടുത്തേക്ക് നടന്നു. നിന്റെ മരണം അടുത്തിരിക്കുന്നു. നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. എന്റെ ചുറ്റിനുമായി ഭയപ്പെടുത്തുന്ന നിരവധി ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ആ ശബ്ദങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ കുട്ടിയെയും എടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. അപ്പോഴെല്ലാം ആ തറവാട്ടിൽ അലഞ്ഞു നടക്കുന്ന ദുരാത്മാക്കൾ എന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ഭീതിജനകമായ പെരുവിറുക്കലും അലർച്ചയും തുടർച്ചയായി എന്റെ കാതിലേക്ക് പതിഞ്ഞുകൊണ്ടിരുന്നു. ആ കറുത്ത നിഴൽ രൂപങ്ങൾ എന്റെ തലക്ക് മുകളിലൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ആ വലിയ വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. വളരെ വേഗത്തിൽ ഞാൻ പുറത്തു കടന്നു. പുറത്തെത്തിയതും അതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശബ്ദങ്ങളും പൊടുന്നനെ നിലച്ചു. ചുറ്റുപാടും കനത്ത നിശബ്ദത നിറഞ്ഞു. ആ ഇരുട്ടിൽ എന്റെ മുന്നിലായി ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. വെന്തളിഞ്ഞ വികൃതമായ മുഖം, ആകെ ജീർണിച്ച ശരീരം, അവരുടെ നീണ്ട കൂർത്ത നഖങ്ങൾ. പക്ഷേ ആ രൂപം കണ്ട് എനിക്കൊട്ടും തന്നെ ഭയം തോന്നിയില്ല. എന്റെ കയ്യിലിരുന്ന കുട്ടിയെ കണ്ടപാടെ ആ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ അവരുടെ കൈകൾ മുന്നോട്ട് നീട്ടി. ഞാൻ ഉടൻ തന്നെ കുട്ടിയെ ആ സ്ത്രീയുടെ കയ്യിലേൽപ്പിച്ചു. കുഞ്ഞിനെ കിട്ടിയ പാടെ ആ സ്ത്രീ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് അതിനെ ചുംബിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. നോക്കി നിൽക്കെ അവരുടെ വികൃതമായ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിച്ചു. അവർ സുന്ദരിയായ ഒരു സ്ത്രീയായി മാറിക്കഴിഞ്ഞിരുന്നു. തെല്ലുമാറി നീലൻ അവിടെ നിൽക്കുന്നത് കണ്ട് ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷം അവന്റെ മുഖത്ത് കാണാമായിരുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ അവൻ അവിടെ നിന്നുകൊണ്ട് കൈകൾ കൂപ്പി നന്ദി അറിയിച്ചു. അതെല്ലാം കണ്ട് എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു.
പുലർച്ചെ ഉദിച്ചു പൊങ്ങിയ സൂര്യകിരണങ്ങളോടൊപ്പം നീലന്റെയും ആ സ്ത്രീയുടെയും ഒപ്പം തന്നെ ആ കുഞ്ഞിൻ്റെയും വെളുത്ത നെൽരൂപങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന വെള്ളി വെളിച്ചമായി അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. ആ പ്രകാശത്തിന്റെ തീവ്രതയിൽ എനിക്കൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ മനസ്സ് തീർത്തും ശാന്തമായി. ഞാൻ അല്പനേരം ആ തറവാടിന്റെ പടിക്കെട്ടിലിരുന്നു. ഇതിനകം എൻ്റെ ശരീരം ആകെ കറുത്ത് കരിവാളിച്ചു പോയിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റ് ശേഖരൻ മുതലാളിയുടെ പുതിയ തറവാട്ടിലേക്ക് അതേ അവസ്ഥയിൽ മടങ്ങിപ്പോയി. അദ്ദേഹം ആ വലിയ വീടിന്റെ ഉമ്മറത്തിണ്ണയിൽ ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്നിലേക്കല്ലായിരുന്നു. എങ്കിലും ഞാൻ അവിടെ നിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നെ നോക്കാതെ തന്നെ ശേഖരൻ മുതലാളി എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. വരൂ, അകത്തേക്ക് പോന്നോളൂ. ഞാൻ അദ്ദേഹത്തിന് അഭിമുഖമായി മറ്റൊരു കസേരയിലിരുന്നു. ഒന്ന് കണ്ണടച്ച് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി. ഞാൻ ഇതുവരെ ആരോടും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അന്ന് നീലൻ എൻ്റെ ഉറ്റ മിത്രമായിരുന്നു. പാവപ്പെട്ടവനായിരുന്നെങ്കിലും അവൻ സ്നേഹമുള്ളവനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ ഉണ്ടുറങ്ങിയ നാളുകൾ. അന്നൊക്കെ അവനൊപ്പമായിരുന്നു എൻ്റെ ഉറക്കം. പക്ഷെ ആരോരും അറിയാതെ അവൻ എൻ്റെ സഹോദരി വിവാഹം കഴിച്ചു. അവർ തമ്മിലുള്ള അടുപ്പം എന്നിൽ നിന്ന് പോലും അവൻ മറച്ചു വെച്ചു. ഇക്കാര്യം എൻ്റെ വീട്ടിൽ ആർക്കും അറിയാൻ കഴിഞ്ഞില്ല. ഭാനുമതി എന്നായിരുന്നു എൻ്റെ സഹോദരിയുടെ പേര്. ഇരുവർക്കും തമ്മിൽ വലിയ ഇഷ്ടമായിരുന്നു. ആ പഴയ തറവാട്ടിൽ പണ്ട് നീലനും എന്നോടൊപ്പം താമസിച്ചിരുന്നു. അവനൊരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ കൂടിയും അവൻ എൻ്റെ ആത്മമിത്രമായതുകൊണ്ട് വീട്ടിൽ ആരും തന്നെ അവനോട് മുഖം കറുത്തു പോലും ഒരു വാക്ക് പറഞ്ഞിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം ഭാനുമതി ഗർഭിണിയാണെന്ന കാര്യം അറിഞ്ഞപ്പോൾ മാത്രമാണ് അവരിരുവരുടെയും ബന്ധം എൻ്റെ വീട്ടുകാരറിഞ്ഞത് തന്നെ. പക്ഷെ എല്ലാം അറിഞ്ഞപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. എൻ്റെ ബന്ധുക്കൾ എല്ലാവരും തന്നെ നീലന്റെയും ഭാനുമതിയുടെയും ബന്ധത്തെ എതിർത്തു. നാട്ടുകാരും അറിയാതിരിക്കാനായി എൻ്റെ വീട്ടുകാർ ഭാനുമതിയെ പുറത്തോട്ടൊന്നും വിടാതെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. അങ്ങനെ അവസാനം അവൾ ആ മുറിയിൽ തന്നെ അവളുടെ കുഞ്ഞിന് ജന്മം നൽകി. ഭാനുമതിയെ കാണാൻ നീലന്റെ മനസ്സ് തുടിക്കുന്നുണ്ടായിരുന്നു. ഒരു തവണയെങ്കിലും ഭാനുവിനോടൊന്ന് സംസാരിക്കാനായി നീലൻ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ കെഞ്ചി. പക്ഷേ പണക്കൊഴുപ്പും അഹങ്കാരവും തലക്ക് പിടിച്ചവർ അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. നീലനെ അവർ തീർത്തും അവഗണിച്ചു. ഈ സമയത്തൊന്നും ഞാൻ തറവാട്ടിലില്ലായിരുന്നു. പഠന ആവശ്യങ്ങൾക്കായി ഞാൻ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതിനാൽ തന്നെ ഇക്കാര്യമൊന്നും തന്നെ ഞാൻ അറിഞ്ഞില്ല എന്നല്ല, അറിയിച്ചില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. മാനക്കേട് ഭയന്ന് എൻ്റെ ബന്ധുക്കൾ ഇക്കാര്യങ്ങളെല്ലാം വളരെ രഹസ്യമായാണ് വെച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഭാനുമതിയുടെ മരണവാർത്ത അപ്രതീക്ഷിതമായി എന്നെ തേടിയെത്തി. ആരും അറിയാതെ വളരെ രഹസ്യമായി തന്നെ വീട്ടുകാർ ഭാനുവിൻ്റെ അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്തു. അവളുടെ മരണവിവരമറിഞ്ഞ് ഞാൻ തറവാട്ടിൽ മടങ്ങിയെത്തി. സത്യത്തിൽ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും
ആരും എന്നോട് പറയാൻ കൂട്ടാക്കിയില്ല. അവൾക്കൊരു കുട്ടിയുണ്ടായി എന്ന് പോലും ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ നീലൻ ഇതെല്ലാം എങ്ങനെയോ അറിഞ്ഞിരുന്നു. ഒന്നും രണ്ടും പറഞ്ഞ് ഞാനും വീട്ടുകാരും തമ്മിൽ തെറ്റി. അവരുടെ കാഴ്ചപ്പാടിൽ നീലന് തറവാട്ടിൽ സർവ്വസ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്ത ഞാൻ വലിയൊരു തെറ്റുകാരനായിരുന്നു. അന്ന് രാത്രി വീട്ടുകാരെ കണ്ട് നീലൻ കുട്ടിയെ തിരിച്ചു വാങ്ങിക്കാനായി തറവാട്ടിലെത്തി. എന്നാൽ എൻ്റെ ബന്ധുക്കളുടെ അഹങ്കാരവും ദേഷ്യവും ഭാനുമതി മരിച്ചിട്ട് പോലും അവസാനിച്ചിരുന്നില്ല. നീലൻ അവർക്ക് മുന്നിൽ യാചിച്ചു, കുഞ്ഞിനു വേണ്ടി കെഞ്ചി. അവനോടും അവർ ഒന്നും തന്നെ വിട്ടു പറഞ്ഞില്ല. കുഞ്ഞിനെ എൻ്റെ ബന്ധുക്കൾ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരുന്നു. എനിക്കും അതിൽ കൂടുതലൊന്നും അറിയില്ലായിരുന്നു. അവസാനം കലി കൊണ്ട് കോമരം തുള്ളിയ നീലൻ തറവാട്ടിൽ കയറി വന്ന് കുഞ്ഞിനെ തിരഞ്ഞു. മുറിയായ മുറിയിലെല്ലാം അവനവൻ്റെ കുഞ്ഞിനെ തിരഞ്ഞു നടന്നു. പക്ഷെ ആ കുഞ്ഞിനെ അവന് കണ്ടെത്താനായില്ല. ദേഷ്യം അടക്കാനാവാതെ നീലൻ എൻ്റെ വീട്ടുകാരെ വായിൽ തോന്നിയത് പലതും പറഞ്ഞു. അവരെ ചുട്ടുകൊല്ലുമെന്ന് വരെ അവൻ ഭീഷണി മുഴക്കി. എന്നാൽ എൻ്റെ ബന്ധുക്കൾ ചേർന്ന് അവനെ കളിയാക്കി അവിടെ നിന്ന് തല്ലി പുറത്താക്കുകയാണ് ചെയ്തത്. ഭാനുമതിക്കൊപ്പം അവൾക്കുണ്ടായ കുഞ്ഞിൻ്റെ ഈ മന്ത്യകർമ്മങ്ങൾ നടത്തിയെന്നാണ് അവർ അവനോട് പറഞ്ഞത്. അത് കേട്ട് നീലനത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ദേഷ്യത്തോടെ അവിടെ നിന്നും മടങ്ങിപ്പോയി. അന്ന് രാത്രി അവൻ എന്നെ കാണണമെന്ന് അറിയിച്ചുകൊണ്ട് തറവാട്ടിലേക്ക് ഒരാളെ വിട്ടു. ഞാൻ ആരോടും പറയാതെ അവനെ കാണാനായി പുറപ്പെട്ടു. നീലനെ പറഞ്ഞു മനസ്സിലാക്കി ദേഷ്യമെല്ലാം മാറ്റി അവൻ്റെ കുഞ്ഞ് ജീവനോടെ ഇരിപ്പുണ്ടെന്ന് പറയാനായിരുന്നു എൻ്റെ തീരുമാനം. ആ കുഞ്ഞിനെ ഒരുമിച്ച് തിരഞ്ഞു കണ്ടെത്താമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എല്ലാം തകിടം മറിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത ഞാൻ കേട്ടു. അതെന്നെ അറിയിച്ചത് തറവാട്ടിലെ അന്നത്തെ വേലക്കാരിയായ ജാനമ്മയായിരുന്നു. ഭാനുമതിയുടെ കുഞ്ഞ് അവരുടെ സംരക്ഷണയിലായിരുന്നു. കുഞ്ഞിനെ അന്വേഷിച്ച് നീലൻ തറവാട്ടിലെത്തിയപ്പോൾ അതിനെ അവനിൽ നിന്ന് ഒളിപ്പിക്കാനായി എൻ്റെ ചേട്ടൻ ആ കുഞ്ഞിനെ വലിയൊരു തടിപ്പെട്ടിയിലാക്കി തറവാട്ടിൽ ഏതോ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചു. താൽക്കാലികമായാണ് അങ്ങനെ ചെയ്തതെങ്കിലും കുട്ടി അതിനകം മരിച്ചു പോയിരുന്നു. ഒരുപക്ഷെ ആ കുട്ടി ജീവനോടെ ഇരിക്കണമെന്ന് എൻ്റെ വീട്ടുകാർ പോലും ആഗ്രഹിച്ച് കാണില്ല. അതുകൊണ്ടായിരിക്കാം കുഞ്ഞിനെ അവർ ഒരു പെട്ടിയിൽ ഒളിപ്പിച്ചത്. പ്രസവ സമയത്താണ് ഭാനുമതി മരിച്ചതെന്നും അവരെന്നെ അറിയിച്ചു. ഇതെല്ലാം നീലനോട് എനിക്ക് തുറന്നു പറയാൻ കഴിയുമായിരുന്നില്ല. കാരണം ഇക്കാര്യങ്ങൾ കേട്ടാൽ അവൻ ഉറപ്പായും ഒരു ഭ്രാന്തനായി പോകുമെന്ന് മാത്രമല്ല, അവൻ തറവാട്ടിലുള്ള ഒരൊറ്റാളെപ്പോലും ജീവനോടെ വെച്ചേക്കില്ലായിരുന്നു. എനിക്കാകെ ഭയമായി. അതിനാൽ അവനെ ശാന്തനാക്കാൻ ഞാനൊരു കള്ളം പറയാൻ തന്നെ തീരുമാനിച്ചു. അവൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ അവനായി കാത്തിരുന്നു. ഈ സമയം നീലൻ എങ്ങനെയോ തറവാട്ടിൽ കടന്നുകൂടി. പുറത്തു നിന്നുള്ള പ്രധാന വാതിൽ അവൻ അടച്ചുപൂട്ടി. തറവാടിന് തീ കൊളുത്തി. തറവാട് പാതിയും കത്തിയമർന്നു. അതിനുള്ളിൽ ഉറങ്ങിക്കിടന്നവർ ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് കൂപ്പുകുത്തി. രാത്രി സമയമായതിനാൽ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ അവൻ്റെ ഉറ്റ സുഹൃത്താണെന്ന കാരണത്താൽ അവൻ അന്ന് എന്നെ ബുദ്ധിപൂർവം തറവാട്ടിൽ നിന്ന് അങ്ങനെ അകറ്റി നിർത്തി. അതെൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അവനെന്നെ അത്രയേറെ ഇഷ്ടമായിരുന്നു. അന്ന് രാത്രി അവനെ കണ്ടപ്പോൾ ഞാൻ അവനോട് എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു കെട്ടുകഥ പറഞ്ഞു. കുഞ്ഞ് ജീവനോടെ ഇരിപ്പുണ്ട്. ആ വലിയ തറവാട്ടിൽ എവിടെയോ എൻ്റെ ബന്ധുക്കൾ ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഇന്നാണ് ഞാൻ അറിഞ്ഞത്. ആ
അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ കുഞ്ഞിനെ അന്വേഷിച്ചു. പക്ഷേ ആ വലിയ നാലുകെട്ട് തറവാട്ടിൽ ഞാനതിനെ എങ്ങനെ കണ്ടെത്താനായിരുന്നു? പോരാത്തതിന് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനാൽ എൻ്റെ അമ്മയും അച്ഛനും അടക്കമുള്ള ബന്ധുക്കൾ എന്നോട് വലിയ ദേഷ്യത്തിലാണ്. ആരുടെയോ സംരക്ഷണത്തിൽ ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെയുണ്ട്. നീ വിഷമിക്കാതിരിക്കും. ദൈവത്തെ ഓർത്ത് നീ അവിവേകമൊന്നും കാട്ടരുത്. നമുക്ക് കുട്ടിയെ തിരഞ്ഞു കണ്ടെത്താം. നീ സമാധാനമായിരിക്കും. ഞാനത് പറഞ്ഞു തീർന്നതും നീലൻ തലയിൽ കൈവച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി. എൻ്റെ കുഞ്ഞ് എൻ്റെ കൈകൊണ്ട് തന്നെ മരിച്ചല്ലോ. അലറി കരഞ്ഞുകൊണ്ട് അവൻ എവിടേക്കോ ഓടിപ്പോയി. എല്ലാം കൈവിട്ടു പോയിരുന്നു. അടക്കാനാവാത്ത ദേഷ്യത്തിൽ നീലൻ എൻ്റെ തറവാടിനെ തീ കൊളുത്തിയെന്ന കാര്യം ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ പറഞ്ഞൊരു കള്ളം പിന്നീട് എല്ലാം കീഴ്മേൽ മറിച്ചു. എൻ്റെ ബന്ധുക്കൾ കാരണം മരിച്ചുപോയ ആ കുഞ്ഞ് അവൻ്റെ കൈയാൽ മരണമടഞ്ഞു എന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ആ കുറ്റബോധത്താൽ നീറി കഴിഞ്ഞ അവന് പിന്നീട് ഭ്രാന്തായി. എനിക്ക് എൻ്റെ വീടും വീട്ടുകാരും നഷ്ടമായി. ഞാൻ കെട്ടിച്ചമച്ച നുണക്കഥ അവനെ സമാധാനിപ്പിക്കാനാണ് പറഞ്ഞതെങ്കിലും അതും ഒരു വിനയായി തീർന്നു. തിരിച്ച് ഞാൻ തറവാട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അഗ്നിബാധയിൽ വെന്ത് വെണ്ണീറായിരുന്നു. പാതി കത്തി നശിച്ച ആ പഴയ തറവാട് മാത്രം അവിടെ ബാക്കിയായി. ആ രാത്രിക്ക് ശേഷം അവൻ എന്നിൽ നിന്ന് ദൂരേക്കകന്നുപോയി. വഴിയിൽ എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും നീലൻ എന്നോട് ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു പോകാറായിരുന്നു പതിവ്. കുറ്റബോധത്താൽ അവൻ സ്വയം ഉരുകുകയായിരുന്നു. എനിക്ക് അവൻ്റെ ദുഃഖം അറിയാൻ കഴിയുമായിരുന്നു. പക്ഷേ അവൻ്റെ ദുഃഖത്തേക്കാൾ വലിയ ദുഃഖമായിരുന്നു എൻ്റേത്. കാരണം എനിക്കെൻ്റെ കുടുംബം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിരുന്നു. ഒരു പ്രാവശ്യം അവൻ എന്നോട് പറഞ്ഞിരുന്നു, ഭാനുമതിയുടെ ആത്മാവിനെ കാണാൻ അവന് കഴിയുമായിരുന്നുവെന്ന്. ആ തറവാട്ടിനുള്ളിൽ കടക്കാൻ അവളുടെ ആത്മാവ് വെമ്പുകയാണ്. അവളുടെ കുഞ്ഞിനെ ഒന്ന് കാണാൻ അവൾ കൊതിക്കുകയാണ്. ആ തറവാട്ടിലുള്ളവർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അവരുടെ ആത്മാക്കൾ അവളെയോ അവനെയോ അതിനകത്തേക്ക് കടക്കുവാൻ സമ്മതിക്കുന്നില്ല. അതുമാത്രമല്ല, തറവാടിൻ്റെ ഏതോ ഒരു മുറിയിൽ ഒരു തടിപ്പെട്ടിയിലായി ഒരു കുഞ്ഞ് കിടക്കുന്നതായി അവൻ എന്നും സ്വപ്നം കാണാറുണ്ടായിരുന്നു അത്രേ. എൻ്റെ ഏട്ടൻ ആ കുഞ്ഞിനെ പെട്ടിയിൽ ഒളിപ്പിച്ചപ്പോഴാണല്ലോ അത് മരിച്ചു പോയത്. ആ പെട്ടിയിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ അവൻ സ്വപ്നം കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ പകച്ചുപോയി. വൈകിയാണെങ്കിലും ഞാൻ പറയാൻ മടിച്ച ആ സത്യം അദൃശ്യമായ ഏതോ ഒരു ശക്തി അവനെ അറിയിച്ചു. അതൊരു പക്ഷേ ഭാനുമതിയുടെ ആത്മാവായിരിക്കാം. നാട്ടുകാരിൽ പലർക്കും ആ തറവാടിൻ്റെ ചുറ്റുവട്ടത്ത് വെച്ച് ഭയാനകമായ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടേക്ക് പോകാൻ എല്ലാവർക്കും ഭയമായിരുന്നു. അതിനുള്ളിൽ കടക്കാൻ ഞാനും അവനെ സഹായിച്ചില്ല. അതുകൊണ്ടാണ് ആ തറവാട്ടിൽ ഒരു നിധിയുണ്ടെന്ന് അവൻ പറഞ്ഞു നടന്നിരുന്നത്. എന്തെന്നാൽ ആരുടെയെങ്കിലും സഹായത്താൽ ആ കുഞ്ഞിനെ അവിടുത്തെ ദുരാത്മാക്കളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ അവൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷേ അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇന്ന് സാധ്യമായിരിക്കുന്നു. എനിക്കും ഭാനുമതിയുടെ ആത്മാവിനെ കാണാൻ കഴിയുമായിരുന്നു. അവൾ എന്നും എൻ്റെ മുന്നിലും വരുമായിരുന്നു. ഇന്നു മാത്രം എനിക്കവളെ കാണാൻ കഴിഞ്ഞില്ല. അവളുടെ ആത്മാവിന് ഒരുപക്ഷെ ഇന്നത്തോടെ മുക്തി കിട്ടിയിരിക്കാം. നിങ്ങളെ ഈ കോലത്തിൽ ഇവിടെ കണ്ടതോടെ അത് സത്യമാണെന്ന് ഞാൻ ഉറപ്പിച്ചു. പിന്നീട് ശേഖരൻ മുതലാളി
തീർത്തും നിശബ്ദനായി. അദ്ദേഹം വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പിന്നെ ഒന്നും തന്നെ ചോദിച്ചില്ല. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി നടന്നു. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി.